പിന്നീടാണ് നമ്മൾ നിമി നവയോഗി സംവാദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്. നിമി രാജാവും നവയോഗികളും കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവൃഗോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജൻ ഒരു ഋഷഭദേവന്റെ മക്കളാണ്, യോഗീശ്വരന്മാരാണ്. ഒരു സജ്ജനങ്ങളിൽ ഒരാൾ വീട്ടിൽ വന്നാൽ തന്നെ വലിയ ഭാഗ്യമാണ്. അവിടാണ് ഇവർ 9 പേര് ഒരുമിച്ച് വരുന്നത്. നിമിരാജാവിൻ്റെ ഒരു ഭാഗ്യവും അതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? സജ്ജന സംഘം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം അത് എളുപ്പം കിട്ടുന്നതല്ലത്. ബാക്കി ആർക്കും എളുപ്പം വേണമെങ്കിൽ അവൈലബിളാണ്, എത്തിച്ചേരും. പക്ഷെ സജ്ജനങ്ങൾ മാത്രം നല്ലപോലെ ഉള്ളിൽ തട്ടി വിളിച്ചാലേ വരുള്ളൂ. ഇനി അവർ വന്നാൽ തന്നെ നമുക്കവരെ ഉപയോഗിക്കാനും കൂടി അറിഞ്ഞു വയ്ക്കണം, അല്ലേ? എന്താണ് അവരോട് ചോദിക്കേണ്ടി വരിക? ഇതൊക്കെ എന്താണ് ചോദിക്കേണ്ടത്? നമ്മുടെ പ്രൗഢിയോ നമ്മുടെ ഇതൊക്കെ കാണിക്കാനല്ലല്ലോ അവരെ വിളിച്ചുകൊണ്ട് വരിക, അല്ലേ? ഇപ്പോൾ ഒരു സജ്ജനങ്ങൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ താല്പര്യമുള്ള അയൽക്കാരെയൊക്കെ നമ്മൾ കൂടെ കൊണ്ടുവരിക. എന്നിട്ട് 10 പേരെങ്കിൽ 10 പേര്, 5 പേരെങ്കിൽ 5 പേര്, എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു ചെറിയ കീർത്തനം, ഒരു നാമം ജപിക്കുക, എന്തെങ്കിലും അവർ പറയും, സ്വസ്ഥമായിട്ട് കേട്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടും എന്തായിട്ട് മാറുകയായി? പതുക്കെ പോലെ തീർത്ഥമായിട്ട് മാറും. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചിലരൊക്കെ പുരുഷന്മാർ വളരെ വൈകി വീട്ടിൽ കയറും, അങ്ങോട്ട് കയറാൻ തോന്നുന്നില്ല. അങ്ങോട്ട് അതിതുകൊണ്ടാണ് നമ്മൾ ഒരു തരത്തിലും ശ്രമം നടത്തുന്നില്ല അതിനെ എന്താക്കി മാറ്റാനായിട്ട്. നമുക്ക് തന്നെ സ്വസ്ഥമായിട്ട് കയറാൻ പറ്റുന്ന ഒരിടമാക്കി മാറ്റുന്നില്ല. അതിൻ്റെ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അതോട് പറഞ്ഞാൽ ശേഷാനന്ദ സ്വാമിജി പറയും, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുന്നു, വീട്ടിൽ ചെല്ലുന്നു, അപ്പോൾ ഒരു യജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ 2-2.5 മണിക്കൂർ പറഞ്ഞിട്ടാണ് ചെല്ലുക. അപ്പോൾ നമുക്കെങ്ങനെയെങ്കിലും അവിടെ ചെല്ലുക, സ്വാമിജിയെ കൊണ്ട് നടന്ന് വീട് കാണിക്കുന്നതിലാണ്. ഈ ഗൃഹനാഥന് പുതിയ വീടാണ്, അതെല്ലാം ആരും കൊണ്ട് നടന്ന് കാണിക്കും. ഇതിപ്പോൾ കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? അതെല്ലാം കാണിക്കും. ടോയ്ലറ്റ്, ക്ലോസറ്റ് വരെ കാണിക്കും. അത്രയും ആരെ കാണിക്കും? കാരണം അപ്പോൾ എന്തിനാ ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത് വീട്ടിൽ? നമ്മുടെ പ്രൗഢി കാണിക്കാൻ. അങ്ങനെ ആവരുത്, ഓർപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നവയോഗികൾ, അതിലാദ്യം ഈ നിമിരാജാവ് ചോദിച്ചത് ഭാഗവത ധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? അത് നമ്മൾ പലതവണ പറഞ്ഞതാണ്, അല്ലേ? ഇതാണ് ഭാഗവതധർമ്മം. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചിട്ട് ചെയ്യും. ഭാഗവത്തിൽ അത് ഇവിടെ ശ്ലോകം പറയുന്നുണ്ട്, കായേന വാച മനസ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ശ്ലോകം നമുക്ക് പരിചയമുള്ളതാണ്. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ എന്തെന്ത് കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നോ എല്ലാം ഭഗവാൻ നാരായണന് സമർപ്പിച്ചിട്ട് ചെയ്യലാണ് ഭാഗവതധർമ്മം. അങ്ങനെ ഭാഗവതധർമ്മം അനുസരിച്ച് കഴിഞ്ഞാലത്തെ ലാഭം എന്താണ്? ഭയമില്ലാതെയാണ്. ഭയം ഉണ്ടാവുന്നത് വസ്തുക്കൾ പലതുണ്ടെന്ന് ഓർക്കുമ്പോഴാണ്. അങ്ങനെ പല വസ്തുവില്ല, ഒരു വസ്തു മാത്രമേ ഉള്ളൂ. നമ്മുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ് പലതുണ്ടെന്ന് തോന്നുക. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം. നമ്മൾ അവനെന്നും ഇവനെന്നും ഒക്കെ പറയുമെങ്കിലും ഇത് സത്യത്തിൽ ആദ്യമേ ഉണ്ടായിരുന്ന ഒരു വസ്തു തന്നെയാണ്. നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് അത് ഇത് എന്നൊക്കെ തെറ്റിദ്ധരിച്ചതാണ്. കാരണം നമ്മളെപ്പോഴും ഉണരുമ്പോൾ ഞാൻ ഉണരുകയും എൻ്റെ വസ്തുക്കൾ സങ്കല്പിച്ച് കൂട്ടുകയും ചെയ്യും. അതുപോലെ എന്തായി? എൻ്റെയും ഉണ്ടായി, അവരുടെയും ഉണ്ടായി, ഇങ്ങനെ പലതായിട്ട് മാറുകയാണ്. അതിനു പകരം ഈ മനസ്സ് ഉണർന്ന് ഭ്രമിക്കുന്നത് നിർത്തുക, എന്നിട്ടെല്ലാം ഒരു വസ്തുവാണെന്ന് പതുക്കെ പതുക്കെ ശീലിച്ചു വയ്ക്കുക. അങ്ങനെ ശീലിച്ചാലത്തെ ലാഭം എന്താണ്? രണ്ടുണ്ടെന്നുള്ള തോന്നൽ പോകും. അങ്ങനെ പോയാൽ ഭയമില്ലാതെയാവും. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭയം ദ്വിതീയ അഭിനിവേശതസ്യാത്. രണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത്. ഈശാദഭേദസ്യ വിഭജ്യോ സ്മൃതി. അതോടെ എന്തുണ്ടായി? ശരിക്കും നമ്മൾ ആരാണെന്നുള്ളത് മറന്നുപോകും. ശരിക്കും നമ്മൾ ആര് തന്നെയാണ്? ആ ഭഗവാൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓർത്താൽ മതി. ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? ആണെന്നല്ലെന്നോ? അതെ, ശരിക്കും ഈ നമുക്കൊക്കെ തന്നെ നമ്മളെ ഒരാൾ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ലേ? അല്ലെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഉള്ളിൽ ഇഷ്ടമല്ലേ എന്നുള്ളതാണ്, അല്ലേ? ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ചെല്ലുന്നതിന് മുമ്പ് എന്നോട് തന്നെ വിളിച്ചിരിക്കും, നിങ്ങളെ കുറിച്ചിട്ട് ഒന്ന് എഴുതി തരാം. ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഇതാണ് ആര് വായിക്കാൻ പോകുന്നത്? സ്വാഗത പ്രസംഗികൻ പേരും ഗംഭീരനാണെന്ന് പറഞ്ഞിട്ട് വായിക്കും. അപ്പം ഞാൻ ഇങ്ങനെ കാണിക്കും. എന്ത് കാണിക്കും? വേണ്ട വേണ്ട, ഈ കേട്ട് ഇങ്ങനെ കാണിക്കും. അതെന്താ പറഞ്ഞോളാൻ? കാരണം നമുക്കും ഇഷ്ടമാണ് കേൾക്കാൻ. എന്തിഷ്ടമാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. അപ്പം ശരിക്കും ആലോചിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭഗവാൻ തന്നെയാണ്.
ഞാനൊന്ന് തെറ്റിദ്ധരിച്ചു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഭഗവാന്റെ കഥ പറയുകയെന്ന് വെച്ചാൽ ശരിക്കും ആരുടെ കഥ തന്നെയാണ്? നമ്മുടെ കഥ തന്നെയാണ് പറയുക. ഭഗവാന്റെ കഥ എന്ന് വെച്ചാൽ നമ്മുടെ കഥ തന്നെയാണ് പറയുക. അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര ഹൃദ്യമായിട്ട് തോന്നുന്നത്. ഒരാൾ ഭഗവാനെ സ്തുതിക്കുക എന്ന് വെച്ചാൽ ശരിക്കും ആരെയെ സ്തുതിക്കുക? കണ്ട, അത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമായത് അതുകൊണ്ടാണ്. അപ്പം പതുക്കെ പതുക്കെ എന്ത് പോയി കിട്ടും? ഭയം പോയി കിട്ടും. എന്നിട്ടോ തന്മായ ബുധ ആപജയത്വം ഭക്തികേശം ഗുരുദേവതാത്മ. അവിടെ നമ്മൾ ഭഗവാനെ തന്നെ ഗുരുവായിട്ട് കരുതി സ്വീകരിക്കുക. അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. അങ്ങനെ ഭാഗവത ധർമ്മത്തെ കുറിച്ചിട്ട് ആര് പറഞ്ഞു കൊടുത്തു? കവി എന്ന യോഗീശ്വരൻ പറഞ്ഞു. അപ്പോഴാണ് ഈ ധർമ്മമൊക്കെ അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഉത്തമ ഭാഗവതന്റെ ലക്ഷണം എന്താണ്? അതൊരു ചോദ്യമാണ്. അപ്പോഴാണ് നമ്മളത് പറഞ്ഞു പോയി അല്ലേ? എന്ത് പറഞ്ഞു? ഹരി എന്ന യോഗീശ്വരൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞാണ്. ആരാണ് ഉത്തമ ഭാഗവതൻ? ഭഗവാനിലും തന്നിലും അന്യരിലും ഒരേ നില കാണുന്നവൻ ഉത്തമൻ. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചത്? അതിൽ ഞാൻ പെടില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അല്ല, നമുക്കുള്ളത് വേറെ ഉണ്ട്. അതേതാ ഉള്ളത്? ഭഗവാനോട് ഭക്തി, ഭക്തന്മാരോട് സൗഹൃദം, അറിയാൻ വയ്യാത്തവരോട് കാരുണ്യം, എതിർക്കുന്ന ആൾക്കാരോട് ഉപേക്ഷ. ഇങ്ങനെ പലതരത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മധ്യമ ഭക്തൻ എന്ന് പറയും. എന്ത് പറയും? മധ്യമ ഭക്തൻ. നമ്മൾ ഇത്തിരി നേരം ആലോചിച്ചു, അരമണിക്കൂർ കൂലങ്കഷമായിട്ട് ചിന്തിച്ചപ്പോൾ എന്ത് മനസ്സിലായി? അതിലും എത്തിയിട്ടില്ല, ഞാൻ ഏതിലും എത്തിയിട്ടില്ല. സാരമില്ല, നമുക്ക് പറ്റിയത് വേറെയുണ്ട്. അതായത് വിഗ്രഹത്തിൽ മാത്രം ആരെ കാണുക? ബാക്കി ഒരിടത്തും കാണാണ്ടില്ല. ശരിയാ കേട്ടോ, ഞാനാ. ആരാണെന്ന് മനസ്സിലായി? നമ്മളിവിടെ മാത്രമേ കാണുന്നുള്ളൂ, വിഗ്രഹത്തിൽ മാത്രം. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൊക്കെ അലിഞ്ഞു നടക്കും. കാര്യം ഞാനിവിടെ ഇരുന്നിട്ട് എല്ലാ ദിവസവും കഴിഞ്ഞ 7 ഞാൻ നടക്കുന്ന ഇവർ പറഞ്ഞതേ, ഈ 8 വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട് എല്ലായിടത്തും എല്ലായ്പ്പോഴും കണ്ട എന്ന് വെച്ച് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഉടൻ ഏതെങ്കിലും അമ്പലമല്ലേ വരിക? കണ്ട. അപ്പൊ ഇപ്പോഴും നമ്മുടെ വിചാരം എന്തായിരിക്കും? ഏതെങ്കിലും തിരുവേനി അടയ്ക്കുമ്പോൾ അടച്ചും തുറക്കുമ്പോൾ തുറന്നും ഇരിക്കുന്ന സ്ഥലത്ത് ബദ്ധരിക്കുന്ന പോലെ ഇരിക്കുകയാണ് അത്ര ആര്? ഭഗവാൻ. ഇതൊന്ന് മാറി കിട്ടണം. ഏത് മാറി കിട്ടണം? ഈ ഭ്രമം. നിരുപാധികമാണ് ഭഗവാൻ എന്ന കൽപ്പന. അതൊന്നിലും ഒതുങ്ങുന്നതും അല്ല, നിരുപാധിക. പിന്നെ അത് ശരീരത്തിന്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഉപാധിയോട് കൂടിയതായത് അല്ലെ? ശരീരം എന്നൊരു ഉപാധി. ഈ നിമിരാജാവ് തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലേ, അദ്ദേഹത്തിന്റെ അവസാന കാലത്ത്. നമ്മളെ കഥ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? നിമിരാജാവ് വസിഷ്ഠ മഹർഷിയുടെ ഒരു യാഗം നടത്താൻ പറയും. വസിഷ്ഠൻ പറയും, ഞാൻ ദേവേന്ദ്രന്റെ ഒരു യാഗം ഈ സമയത്ത് ഏറ്റിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നടത്താം. അങ്ങനെ വസിഷ്ഠൻ ദേവലോകത്തേക്ക് പോയി. നിമി വിചാരിച്ചത് അത്രയും കാലം ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഇപ്പൊ ആർക്കറിയാം അല്ലേ? അതുകൊണ്ട് മറ്റു ഋത്തിക്കുകളെ കൊണ്ട് ആ യാഗം ഒന്ന് നടത്തി. വസിഷ്ഠൻ തിരിച്ചു വന്നപ്പോൾ നിമി യാഗമൊക്കെ പൂർത്തിയാക്കി. കോപത്തോടെ വസിഷ്ഠൻ നിമിയെ ശപിക്കുകയാണ്, നിന്റെ ശരീരം ഇല്ലാണ്ടായി പോട്ടെ. എന്തായിരുന്നു ശാപം? നിമി രാജാവ് എന്ന് പറഞ്ഞു, ഒരു കാര്യം ഇല്ലാണ്ട് എന്നെ ശപിച്ച അങ്ങയുടെ ശരീരം ഇല്ലാണ്ട് പോട്ടെ. രണ്ടുപേർക്കും എന്തില്ലാതെയായി? ഇപ്പൊ സിദ്ധികളൊക്കെ ഉള്ള ആളാണ് നിമി. അപ്പൊ ദേവന്മാർ അവിടെ ഓടിപ്പാഞ്ഞ് വന്നിട്ട് പറഞ്ഞു, അത് പറ്റില്ല, ശരീരം ഇല്ലാണ്ട് അലയാനുള്ള സിദ്ധിയൊക്കെ ഞങ്ങൾക്ക് ദേവന്മാർക്കുള്ളതാണ്, നിങ്ങൾ മനുഷ്യർക്ക് അത് പറ്റില്ല. രണ്ടുപേർക്കും പുതിയ ശരീരം തരാം, മര്യാദയ്ക്ക് കയറിക്കണം. വസിഷ്ഠൻ പറഞ്ഞു, തന്നാ കയറാം. എന്ത് തന്നാ കയറാം? ശരീരം തന്നാൽ. അങ്ങനെ മിത്രാവരുണന്മാർക്ക് ഉർവശിയില് പുതിയൊരു ജന്മം സ്വീകരിച്ച് വസിഷ്ഠൻ പുതിയ ശരീരത്തിൽ കയറി. നിമിരാജാവിനെ ദേവന്മാർ നോക്കിയപ്പോൾ അമ്മോര് പറയാണ്, ഇപ്പം നല്ല സുഖമുണ്ട്, എനിക്ക് വേണ്ടാന്ന്. എന്ത് സുഖമുണ്ട്? ശരീരമില്ലാത്തത് കൊണ്ട് നല്ല സുഖമുണ്ട്. അപ്പം ഞാനിവിടെ ഇരുന്ന് നിങ്ങളോട് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു വന്നിരിക്കട്ടെ. മനസ്സുകൊണ്ട് പോയിട്ട് വരാൻ എത്ര നേരം എടുക്കും? വന്നു കഴിഞ്ഞു അല്ലേ? പോയിട്ട് വന്നു കഴിഞ്ഞു. എന്നാൽ ഈ തല്ലിപ്പൊളി ശരീരം എടുത്തുകൊണ്ട് പോകണമെങ്കിലോ ഇത് വല്ലതും പൊങ്ങി തരുമോ? വേണ്ടത്ര ഇല്ല. ഞാനിവിടെ ഇരുന്നിട്ട് ഓൾ സ്റ്റാൻഡപ്പ് എന്ന് ഒറ്റയടിക്ക് പറഞ്ഞാൽ എത്ര എണ്ണം അപ്പാകും? ഇതൊന്നും അനങ്ങി തരണ്ടേ അല്ലേ? എഴുന്നേക്കണം എന്നൊക്കെ ഉണ്ട്, ആചാര്യരെ അനുസരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പൊങ്ങണ്ടേ? ഏത്? അപ്പോഴാണ് ഒരാഴ്ചയായിട്ട് കൊണ്ട് നടന്ന മുട്ടുവേദനയൊക്കെ ഇവിടോട്ട് വരുന്നത്, നമ്മുടെ തലയിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറ്റുന്നില്ല? അതാണ്. അപ്പൊ ശരീരം എന്ന ബാധ്യതയിൽ നിന്ന് ആര് രക്ഷപ്പെട്ടു? നിമിരാജാവ് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അങ്ങേരെന്ത് പറഞ്ഞു? എനിക്ക് വേണ്ടാന്ന്. ദേവന്മാരെ കട്ടായമായിട്ട് പറഞ്ഞു, അങ്ങനെ പറ്റില്ല, അരിഞ്ഞു നടക്കാൻ പറ്റില്ല. അപ്പൊ നിമി പറഞ്ഞു, എന്നാ എനിക്ക് മുക്തി തന്നേക്കും. അതും പറ്റില്ല. പിന്നെന്ത് ചെയ്യും? എന്നാ മുക്തി കിട്ടുന്നത് വരെ
ഞാൻ മനുഷ്യരുടെ കൺപോളകളിൽ ഇരുന്ന ആളാണ്. എവിടെ ഇരുന്ന ആളാണ്? അങ്ങനെ ഈ കക്ഷി ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? നിമിരാജാവ്. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ടക്കെന്ന് കണ്ണടയ്ക്കുന്നത്. ഇയാളുടെ കനം താങ്ങാൻ പറ്റാണ്ട് കൺപോളകൾ ക്ഷീണിക്കുമ്പോൾ ഒന്ന് അടഞ്ഞു തുറക്കുന്നതാണത്രേ അത് നിമിരാജാവ്. അദ്ദേഹത്തിന് അറിയാം ശരീരത്തിന്റെ ഈ ഉപദ്രവം അറിയാം, പിന്നീട് പഠിച്ചതാണ്. അപ്പം അതിനു മുമ്പ് നടന്ന കഥയാണിത്. നിമിരാജാവിന്റെ സദസ്സിൽ നവയോഗികൾ വന്നു. എന്നിട്ട് ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ ഇങ്ങനെ ഭക്തന്മാരുടെ ലക്ഷണവും പറഞ്ഞു വെച്ചു. അപ്പോഴാണ് നിമിരാജാവിന് കുറച്ച് സന്തോഷമൊക്കെ. അദ്ദേഹം ചോദിച്ചത്, ഈ മായ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതെന്താ മായ? അപ്പൊ അന്തരീക്ഷൻ, കവി ഹരി അന്തരീക്ഷൻ എന്ന് യോഗീശ്വരൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്തതാണ് അത്. ഏത്? മായ. സാ മാ യാ മായ. എന്താണ് ഇല്ലാത്തത്? അത് മായ. എന്നാലും ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ബോധ്യമായില്ല. കാരണം മായയുടെ സംഭാവനയാണ് നമുക്ക് കിട്ടിയ ശരീരം. ശരീരം ഇല്ല എന്ന് വല്ല നമുക്ക് ബോധ്യമായോ? ഇല്ല. ഇതുകൊണ്ടല്ലേ നടക്കുന്നല്ലേ? ശരീരത്തിലുണ്ടാകുന്ന വേദനയൊക്കെ ആരും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിനകത്താണ് ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് ഇത് നമുക്കിപ്പോൾ എന്തുണ്ട്? ശരീരം ഉണ്ട്. മായാബാധിതരാണ് നമ്മൾ. അതുകൊണ്ട് ഇപ്പൊ നമുക്കത് എളുപ്പമല്ല. അപ്പൊ അമൃതാനന്ദമയ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, ഈ ശരീരം അല്ലെങ്കിൽ മായ ഇല്ലാത്തതാണെന്ന് പഠിക്കാനല്ലേ ഉള്ളു പ്രയാസം, അല്ലാത്തതാണെന്ന് പഠിച്ചാൽ മതിയെന്ന്. ഇതിപ്പോൾ അതിനൊക്കെ കഷ്ടമായില്ലേ? എന്താണ് പറഞ്ഞത്? അല്ലാത്തതാണെന്ന് പഠിക്കുക. എന്തല്ലാത്തതാണ്? സത്യമല്ല. മായ എന്തല്ല? സത്യമല്ല. സത്യം എന്ന് വെച്ചാൽ എന്താ? മൂന്ന് കാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് സത്യം. ശരീരം എപ്പോഴും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞാണ്. 10 വർഷം മുന്നത്തെ ശരീരമാണ് ഇപ്പോൾ ഉള്ളത് അല്ല. ഇനി ഒരു 10 വർഷം കൂടി കഷ്ടകാലത്തിന് ജീവിച്ചിരുന്നാൽ ഇതിങ്ങനെ ഇരിക്കുമോ? ഇല്ല. അതാണല്ലോ പറഞ്ഞത് അല്ലേ? അപ്പൊ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഏത്? ഈ ശരീരം. അപ്പൊ അത് മായയാണ്. ഏത് മായയാണ്? അപ്പൊ അനിത്യമായതാണ്, മായയുടെ സംഭാവനയാണ്, അസ്ഥിരമായതാണ് ഏത്? ശരീരം. അല്ലാത്തതാണ്. എന്തല്ലാത്തതാണ്? സത്യം അല്ലാത്തതാണ്. അപ്പൊ എന്താ വേണ്ടത്? നമ്മളിപ്പോ സത്യമല്ലാത്ത ഈ വസ്തുവിൽ നിന്ന് ശ്രദ്ധ കുറച്ചിട്ട് പരമസത്യമായ വസ്തുവിൽ ഉറക്കുക. അത് മനസ്സിലായി. അപ്പോഴാണ് ഓർത്തത്, ഈ മായ ഈ പ്രളയമെത്തും വരെ നമ്മൾ ജനിക്കുക മരിക്കുക ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്? സഞ്ചിതം ബാക്കിയുള്ളിടത്തോളം കാലം നമുക്ക് എന്ത് പറ്റും? ഇനിയും ജനിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ജനിച്ചും മരിച്ചും ഒടുവിൽ പ്രളയകാലത്തോളം എത്തിച്ചേരും. പ്രളയകാലം ആയാലോ? ഇത് നമ്മൾ പറഞ്ഞു പോയതാണ്. അത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. പ്രളയത്തിലെത്തുമ്പോൾ നമ്മൾ ബ്രഹ്മാവിൽ ലയിക്കും, ബ്രഹ്മാവ് ഭഗവാനിൽ ലയിക്കും. എന്നിട്ട് അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ നമ്മുടെയൊക്കെ വാസനകൾ ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഭഗവാൻ കണ്ടുപിടിക്കുകയും ചെയ്യും, പുതിയ ശരീരം തന്ന് തിരിച്ചു വിടത്തില്ല. കഷ്ടം. ആ പ്രളയകാലത്ത് ആർക്കും മുക്തിയില്ല എന്ന് പറഞ്ഞു വരികയാണ്. മായപ്പെട്ടവർക്ക് മുക്തിയില്ല. ഇതിനിപ്പോൾ അഭക്തന്മാരുടെ ഗതി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇത് തന്നെയാണ് പറയാം. അപ്പൊ അതിനെന്ത് ചെയ്യും? മായന്ന് രക്ഷപ്പെടാൻ ഭാഗവത ധർമ്മത്തെ സ്വീകരിച്ചാൽ മതി. എന്താണ് ഭാഗവത ധർമ്മം? ഇന്നെങ്കിലും അത് ഉറപ്പിക്കണേ. ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് ഭാഗവത ധർമ്മം. ഇന്നലെ നമ്മൾ കർമ്മത്തെ യജ്ഞമാക്കുന്ന ടെക്നിക്കും പഠിച്ചതാണ് അല്ലേ? അതിനെന്ത് ചെയ്താൽ മതി? 8 ഘടകങ്ങളുണ്ടാവുമെന്ന് നോക്കിയാൽ മതി. അപ്പം അങ്ങനെ നമ്മൾ വരാനിരിക്കുന്ന കർമ്മങ്ങൾ നമ്മൾക്ക് ഇനി വാസനയായിട്ട് മാറില്ല. ഉണ്ടാക്കി വെച്ച കർമ്മങ്ങളൊക്കെ ആര് തീർത്തു തരും? ഭഗവാൻ തീർത്തു തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ജന്മത്തോടെ നമ്മൾ ആരായിട്ട് തീരും? ഭഗവത് തത്വമായിട്ട് തന്നെ തീരും. ആള് പോയ പുറകെ ഇതെല്ലാം പോയോ നോക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും ആരായിട്ട് തീരായി? ഭഗവത് തത്വമായിട്ട് തീരും. അതിനെന്തിനെ ആശ്രയിച്ചാൽ മതി? ഭാഗവത ധർമ്മത്തെ ആശ്രയിച്ചാൽ മതി എന്ന് പ്രബുദ്ധൻ എന്ന യോഗീശ്വരൻ പറയും. അപ്പോഴാണ് എവിടെയാണ് ഈ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന ഈ ചോദ്യം. എവിടെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെ ആരുണ്ട്? ഭഗവാനുണ്ട്. നമ്മൾ പലതവണ പറഞ്ഞു പോയതാ. പിന്നെ നമ്മൾ മറ്റേ സ്കൂളിൽ പാടിയ പാട്ട് ഓർത്താൽ മതി. അഖിലാണ്ട മണ്ഡലം, എന്നിട്ടോ പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും അല്ലെ? അണോരണീയാൻ മഹതോ മഹീയാൻ. വലുതായ വസ്തുക്കളിൽ ഏറ്റവും വലുതായിട്ടും ചെറുതായതിൽ ഏറ്റവും ചെറുതായിട്ടും ആരിയ്രിപ്പുണ്ട്? ആ ഭഗവത് തത്വം ഇരിപ്പുണ്ടെന്നാണ്. അപ്പം അങ്ങനെ എല്ലായിടത്തും ആരെ കാണാൻ പറ്റണം?
ഭഗവാനെ കാണാൻ പറ്റും. പിന്നീട് കർമ്മയോഗം വദത, കർമ്മയോഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരണം. കർമ്മയോഗത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരണമെന്ന് നിമി രാജാവ് നവയോഗികളോട് ചോദിച്ചു. അപ്പോൾ അതില് ആവൃഹോത്ര ആരാണ് പറയാ? ആവൃഹോത്രയാണ് പറയാം. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, പിന്നെ ആവൃഹോത്രൻ. കർമ്മയോഗം. ഇപ്പൊ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗത്തെ കുറിച്ചിട്ടാണ് പറയാം. എനിക്ക് തോന്നുന്നു ഇന്നലെ വെൺമണി ഭവദാസനും പറഞ്ഞതാണ് അല്ലേ? കേട്ടിരുന്നോ നിങ്ങള്? കർമ്മണ്യോഖ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാത് കർമ്മണോഗതി. ചെയ്യേണ്ട കർമ്മങ്ങള്, അരുതാത്ത കർമ്മങ്ങൾ, അങ്ങനെയാണല്ലോ പറയുക അല്ലേ? ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്യരുതാത്ത കർമ്മങ്ങളും. എന്നാൽ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന കർമ്മങ്ങളും ഉണ്ട്. ഇങ്ങനെ കർമ്മത്തെ പലതരത്തിലും പറയും. അതുകൊണ്ട് വിരുദ്ധ കർമ്മങ്ങളുണ്ട്, ഒരിക്കലും ചെയ്യരുതാത്ത കർമ്മങ്ങൾ. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം വിസ്തരിച്ചിട്ട് പഠിക്കുക. ഭാഗവത് വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ഇതിന് മനസ്സിലാക്കേണ്ട എന്താണ്? ഗഹനാത് കർമ്മണോഗതി. കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞ ഒന്നുകൂടെ ഓർത്തെടുത്താൽ മതി. നമുക്കാർക്കെങ്കിലും തെറ്റ് ചെയ്യുന്ന ഇഷ്ടമാണോ? ഇല്ല. അന്നേരം വരാത്തവരും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? തെറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ച് ഇതേവരെ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? കൊള്ളാം, പോട്ടെ, സാരമില്ല, ഇപ്പൊ പിടികിട്ടി. എന്ത് ചെയ്യുന്ന പിടികിട്ടി എന്ന് വെച്ച് ഇനി അങ്ങോട്ട് ചെയ്യത്തേയില്ലേ? ഒരു ഉറപ്പുമില്ല. ഏതിനുറപ്പില്ല അത്രേ? അതാണ് കാര്യം. മനസ്സിലാകുന്നത്? ഗഹനാത് കർമ്മണോഗതി. കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാര്യം? ഇപ്പൊ അതിനുവേണ്ടി ഒരു ഉപനിഷത്ത് തന്നെയാണ്, കേനോപനിഷത്ത്. കേനേഷിതം പദ്ധതി പ്രേഷിതം മന. ആരാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് മനസ്സ് പതിച്ചു പോവുക. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചോദിക്കുന്നുണ്ട്? എനിക്ക് തെറ്റ് ചെയ്യാൻ ഇഷ്ടമല്ല കൃഷ്ണ, പക്ഷെ ആരോ എന്നെ കൊണ്ട് ബലം പ്രയോഗിപ്പിച്ച് ചെയ്യിക്കാത്തത്. അതുകൂടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറയും, ഇതൊക്കെ ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യുക, പ്രകൃതി ഗുണങ്ങൾ. നമ്മളിലൊക്കെ 3 ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് സൃഷ്ടി ഉണ്ടായത്. അതോ ചിലർക്ക് സത്വ ഗുണം കൂടുതൽ, ചിലർക്ക് തമോ ഗുണം കൂടുതൽ, ചിലർക്ക് രജോ ഗുണം കൂടുതൽ. ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഈ ഗുണത്തിനനുസരിച്ചിട്ടേ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര ശ്രമിച്ചാലും മാറി ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്? അതിലിടപെടാതിരുന്നാൽ മതി. ഞാൻ അങ്ങനെ ആയിപ്പോയല്ലോ, ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് ദുഃഖിക്കാതിരിക്കുക. പിന്നെയോ, ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് അഹങ്കരിക്കാതെയും ഇരിക്കുക. പിടിയിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ കർമ്മത്തിൽ എന്തുണ്ടാവാതിരുന്നാൽ മതി? ഒരു കർത്തൃത്വ ബോധം വളർത്താതിരുന്നാൽ മതി. പിടിയിട്ടുണ്ടല്ലോ? അത് മോശം കർമ്മമായാലും കൊള്ളാം, നല്ല കർമ്മമായാലും കൊള്ളാം, അതിൽ ഭ്രമിക്കാതിരിക്കുക. കാരണം അതൊക്കെ ചെയ്തു പോയതാണ്. നമ്മളെന്തുകൊണ്ട് ചെയ്തതാണ്? ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ചെയ്തു പോയതാണ്. നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ചാലും ചിലവ് ചെയ്യാൻ പറ്റില്ല. മോശം ചെയ്യണം എന്ന് വിചാരിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടി വരും. അവർ തിരിക്കും. ഒരാള് നമ്മളെ എന്താ പറഞ്ഞെന്നോ നമ്മളറിഞ്ഞു, അല്ല എന്താ ഉപദ്രവിച്ചത് അറിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇനി കാണുമ്പോൾ 2 പറയും, ഇനി കാണുമ്പോൾ 2 പറയും. പക്ഷെ അയാൾ അടുത്ത് നമ്മൾ കൂട്ടുകാരോടൊക്കെ പറയില്ലേ, കാണട്ടെ അപ്പൊ ഞാൻ കൊടുത്തോളാം. പക്ഷെ അവര് നമ്മുടെ അടുത്തോട് പോയിട്ട് നമ്മളൊന്നും മിണ്ടിയില്ല. ഇവിടെ കൂട്ടുകാർ ഏതാണ്ടൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടോ പിന്നെ പോട്ടെന്ന് വെച്ചു. കാരണം അത് വാസന ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഗുണങ്ങൾ അനുവദിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അതിൽ ഇടപെടാതിരുന്നാൽ മതി. ഞാൻ ചെയ്യുന്നു എന്നുള്ള തോന്നല് ഇല്ലാണ്ടിരുന്നാൽ മതി എന്ന് ആര് പറഞ്ഞു? ആവൃഹോത്രൻ പറഞ്ഞു. കുറച്ച് സമാധാനമായി അല്ലേ? തെറ്റ് ചെയ്താലും കൊള്ളാം, നല്ലത് ചെയ്താലും കൊള്ളാം, നമ്മളെന്ത് ചെയ്താൽ മതി? ഇട്ട് കളഞ്ഞിരിക്കുക. ഒക്കെ കഴിഞ്ഞു പോയതാണ്, തിരുത്താൻ പറ്റില്ല. അജാമിളന്റെ കഥ പറയുന്നുണ്ട് ഇതേ. നരകത്തെക്കുറിച്ച് കേട്ട അജാമിളൻ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തിനെക്കുറിച്ച് കേട്ടു? അപ്പൊ എല്ലാ കർമ്മത്തിനും പരിഹാരം ചെയ്താൽ മതി ഇത്രേ എന്നാണ് ആദ്യം ശുഗൻ പറഞ്ഞതേ. അപ്പൊ കുഴപ്പം എന്താണ്? പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യര് പിന്നെയും തെറ്റ് ചെയ്യും. അങ്ങനെയും കൂടി ഒരു കുഴപ്പമാണ് അല്ലേ? പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും മനുഷ്യർ തെറ്റ് ചെയ്യും. പരീക്ഷിച്ച് ഇപ്പൊ എന്താ ചെയ്തത്? ഈ ശമീക മഹർഷിയുടെ കഴുത്തിൽ ചത്ത് ചീഞ്ഞളിഞ്ഞ പുഴുവലിച്ച് കടന്നിരുന്ന പാമ്പിന്റെ മൃതശരീരം ഇട്ടിട്ട് വന്നയാളാണ്. വലിയ തെറ്റ് ചെയ്ത് പോയി. പലപ്പോഴും നമ്മൾ ഈ പരിഹാരമായിട്ട് ചെയ്യുന്നത് ഒരു സത്കർമ്മമായിരിക്കും ചെയ്യുക. അപ്പോൾ ഒരു മോശം കർമ്മത്തിന് പരിഹാരമായിട്ട് നല്ല കർമ്മം ചെയ്യും. മോശം കർമ്മം ചെയ്താലും നല്ല കർമ്മം ചെയ്താലും ഫലം ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടല്ലോ? 2 ഫലവും ആര് തന്നെ അനുഭവിക്കണം? കണ്ടോ? ഇത് ഇല്ലാണ്ടിരിക്കാനാണ് ഈ പാടുപെട്ടത്. അപ്പോഴാണ് 2 ഉണ്ടാക്കി വെച്ചത്.
അമ്പലത്തിലൊക്കെ ബലിക്കല്ലുണ്ട് അല്ലേ? ഈ ബലിക്കല്ലുകളിൽ തൊടരുതെന്നാണ് അവിടുത്തെ ഒരു വ്യവസ്ഥ, നിയമം. പലരും നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കരുത്, തൊടരുതെന്നുണ്ടെങ്കിൽ ഇത് അലമാരിക്കകത്തെങ്ങാനും കൊണ്ടുവയ്ക്കണം. മനുഷ്യൻ നടക്കുന്ന വഴിക്കല്ല എന്തുകൊണ്ട് വെച്ചിരിക്കുകയാണ്? അത് കയ്യട കാലട എല്ലാം ഇതുകൊണ്ട് വെച്ചിരിക്കുക. ഇത് അപ്പൊ നമ്മൾ ഈ തിരക്കിട്ട് അവിടെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അകത്തൊന്ന് തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ള കാഴ്ച കൊണ്ടുണ്ടല്ലേ നമ്മൾ നടക്കുന്നല്ലേ? അതെ, സാരിയുടെ ഡിസൈനും ചുരിദാറിന്റെ മോഡലും അങ്ങനെ പല അങ്ങനെ നോക്കി നടന്നപ്പോൾ നമ്മൾ അറിയാതെ ഏതിട്ട് ചവിട്ടി, അത് ചവിട്ടി അയ്യായി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒന്ന് തൊട്ട് തൊഴുതു. ഇപ്പൊ 2 തവണ ചെയ്തതാണ്. തുടരുതെന്നാണ് നിയമം. കാലുകൊണ്ടും തൊട്ടു, പിന്നെയോ കണ്ട. അതിന് പകരം ചെയ്ത് കാലുകൊണ്ട് തൊട്ടതിന് ഇനി പരിഹാരം ഇല്ല, മാറി നിന്നിട്ടൊന്ന് തൊഴുതാൽ മതി. മനസ്സിലാവുന്നുണ്ട്? അതൊക്കെ വിട്ട് കളഞ്ഞിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആർക്കറിയാം? മനസ്സിലായാൽ ആർക്കുള്ള ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇതൊക്കെ ഈ ദുഷ്കർമ്മത്തിന്റെ ഫലം നമ്മൾ എവിടെ ഇരുന്ന് അനുഭവിക്കുന്നോ അത് നരകം, അത്രേ ഉള്ളൂ. സത്കർമ്മത്തിന്റെ ഫലം എവിടെ ഇരുന്ന് അനുഭവിക്കുന്നോ അത് സ്വർഗം. അല്ലാണ്ട് വേറെ ഒരു സ്വർഗം നരകമൊന്നും തപ്പി നടക്കണ്ട. ഇനി അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ സംയമനി എന്നാണ് നരകത്തിന്റെ പേര്, വിഭാവരി എന്ന് ചന്ദ്രന്റെ ലോകത്തിന്റെ പേര്, അളകാപുരി എന്നാണ് സ്വർഗത്തിന്റെ പേര്. മനസ്സിലാകുന്നുണ്ട്? ഇന്ദ്രന്റെ സ്ഥലമാണ് ഇത് പോയി അളകാപുരി. നരകത്തിന്റെ പേര് അങ്ങോട്ട് കാണിക്കാം, തെക്കോട്ട് കാണിക്കാം അല്ലെ? നരകത്തിന്റെ പേര് എന്താണ്? സംയമനി എന്നാണ്. എന്താണ് പേര്? പറഞ്ഞു പഠിക്കുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുമല്ലോ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട്, എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ സ്ഥലം അന്വേഷിച്ച് നടക്കരുത്. നരകന്ന് ബോർഡ് കാണില്ല. എന്തായിരിക്കും ബോർഡിൽ എഴുതിയിരിക്കുക? ഓടി കയറിക്കോണം. പിന്നെ സംശയിക്കരുത്, എന്റെ ലോകം കണ്ടില്ല എന്നേ. അവിടെ ചെന്ന് സകലരോട് ചോദിച്ചുകൊണ്ട് നടക്കരുത്, എന്റെ സ്ഥലം കണ്ടില്ല എന്ന്. അവിടെ എന്തേ കാണുള്ളൂ ബോർഡില്? ഇതിനാണോ പഠിപ്പിച്ചത് അല്ലേ? സംയമനി. അപ്പൊ അങ്ങനെ നമുക്കിത് രണ്ടും വേണ്ട. ഏത് രണ്ടും വേണ്ട? സ്വർഗവും വേണ്ട, നരകവും വേണ്ട. നമുക്ക് ആരെ മാത്രം മതി? അതാണ് ധൈര്യം. അങ്ങനെയുള്ള ധീരന്മാരായിരിക്കണം നമ്മളെ. നമുക്ക് സ്വർഗവും വേണ്ട, നരകവും വേണ്ട. സ്വർഗ സുഖങ്ങള് നമ്മളെ ഭ്രമിപ്പിക്കുന്നില്ല, നരകത്തിലെ യാതനകള് നമ്മളെ ഭ്രമിപ്പിക്കുന്നില്ല. നമുക്ക് ആരെ മാത്രം മതി? ഭഗവാനെ മാത്രം മതി. അത് ഉറപ്പിച്ചവർക്കാണ് ഭാഗവതം സഹായം. അങ്ങനെ അവതാരങ്ങൾ അത്ര അസംഖ്യം. അവതാരാഹി അസംഖ്യേയ. ഭഗവാൻ നിരവധി അവതാരങ്ങളുണ്ട് എന്ന് തിരുമലൻ പറഞ്ഞു. അപ്പോഴാണ് ഓർത്തത്, അവതാരങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അവിടുത്തെ ഈ ആചാരവിശേഷങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ? അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനു മുന്നേ അഭക്തന്മാരുടെ ഗതി എന്താണ്? അതിപ്പോൾ പറഞ്ഞതാണ്. എന്താണ് അഭക്തന്മാരുടെ ഗതി? പ്രളയകാലം വരെ ജീവിക്കുക, എന്നിട്ടോ പ്രളയം കൊണ്ടും മുക്തി കിട്ടുന്നില്ല എന്നർത്ഥം. വീണ്ടും ജനിക്കേണ്ടി വരും. നമുക്ക് ഈ ജന്മം കഴിഞ്ഞാൽ ഭഗവാനിൽ എത്ര നാണല്ലോ ആഗ്രഹം അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ, ഈ ശരീരം പോകുന്നതിന് മുമ്പ് ഞാൻ ആരെ കാണും? ഭഗവാനെ കാണും. ഞാൻ മരിക്കാറാകുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ ആര് വരും? ഇതൊക്കെ ഉറപ്പിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തിൽ പരിഭ്രമമില്ല. ആരെ കാത്തിരിക്കുകയാണ് നമ്മൾ? ഭഗവാനെ കാത്തിരിക്കുക. അപ്പൊ നമ്മുടെ മുഖത്ത് എപ്പോഴും സന്തോഷമായിരിക്കണം, ആനന്ദമായിരിക്കണം. കാരണം നമ്മൾ ആരെ കാത്തിരിക്കുകയാണ്? അപ്പൊ അറിവ് കൊണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കാം. കാരണം എല്ലാവരുടെ ഉള്ളിൽ ആരുണ്ട്? ഭഗവാനുണ്ട്. പുറമേക്ക് കൂട്ടിച്ചേർത്തതൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ആ ആനന്ദ വസ്തുവിനോട് അടുക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലും എന്ത് പ്രകടമാവും? ആനന്ദം പ്രകടമാവും. അത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനും തുടങ്ങും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തും എന്തുണ്ടാകും? ആനന്ദം ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരമ്മ ഇങ്ങനെ വരുമ്പോൾ ഇപ്പാണ് നമ്മൾ എന്താ പറയും? വരുന്നുണ്ട്, ഇനി എന്തുണ്ടാക്കാനാണ് അല്ലേ? കാരണം നമ്മളത് ശീലിച്ചു പോയി. പണ്ടൊക്കെ ആണെങ്കിൽ എന്ത് പറയായിരുന്നു? സമാധാനമായി. ആര് വരുന്നുണ്ട്? അമ്മ വരുന്നുണ്ടല്ലോ. കാരണം അവര് ഈ തത്വത്തെ ഉള്ളിൽ കൊണ്ടുവന്നവരാണ്, ഭഗവത് തത്വത്തെ. അതുകൊണ്ട് അവർ പോകുന്നിടത്തൊക്കെ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ആനന്ദത്തെ കൊടുക്കാനും പറ്റും. ഇതൊക്കെ ഏത് വ്യക്തിക്കും സാധ്യമാണ്. അപ്പം നേരത്തെ പറഞ്ഞ മള്ളൂർ തിരുമേനിയുടെയോ ശങ്കര ആചാര്യ സ്വാമികളുടെയോ ചിന്മയാനന്ദ സ്വാമികളുടെയോ ചട്ടമ്പി സ്വാമികളുടെയോ നാരായണ ഗുരുദേവന്റെയോ ഒക്കെ ഉള്ളിലുള്ള ഭഗവാൻ അതേ അളവിൽ തന്നെയാണ് ആരുടെ ഉള്ളിലുള്ളത്. പക്ഷെ നമ്മളത് അറിഞ്ഞ് ഉറപ്പിക്കുന്നില്ല. അത്രയുള്ള വ്യത്യാസം. നമ്മളത് അറിയുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നില്ല. പിന്നീട് കാലം കൊണ്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്. അത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു പോയതാണ് അല്ലേ? അതിവിടെ കരഭാജനൻ എന്ന് യോഗീശ്വരൻ പറയുകയും ചെയ്യും. ഈ
നവയോഗികൾ ഓരോന്നോരോന്ന് പറഞ്ഞത് വസുദേവർക്ക് ആര് പറഞ്ഞു കൊടുത്തു? നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അങ്ങനെ വസുദേവരോ ഇനി ശരീരത്തിനോടും മറ്റു അതിനോട് ബന്ധപ്പെട്ട വസ്തുക്കളോടുമുള്ള ഇഷ്ടമൊക്കെ ഒഴിവാക്കിയിട്ട് ആരെ ഉറപ്പിച്ചു? ഭഗവാനെ തന്നെ ഉറപ്പിച്ചു. എന്നിട്ട് കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സഭ, സുധർമ്മ എന്നാണ് പേര്, സുധർമ്മയിലെ വലിയൊരു സദസ്സ് വിളിച്ചു കൂട്ടിയിട്ട് എല്ലാവരോടും കാലം അനുകൂലമല്ല, അതുകൊണ്ട് എന്ത് വേണം? പ്രഭാസ തീർത്ഥക്കരയിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭഗവാനെ അനുസരിച്ച് പോയി. അവിടെ ജപം ധ്യാനമൊക്കെ ആയിട്ട് കഴിയാനാണ്. അപ്പോഴാണ് ഉദ്ധവൻ ഭഗവാനോട് ഒറ്റയ്ക്ക് എന്ന് ചോദിക്കുന്നത്, അതെന്താ ഭഗവാൻ ഇവിടം വിട്ട് പോകാൻ പോവാണോ? വലിയ സങ്കടമായി ഉദ്ധവനെ. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ പോകുന്നതിന് മുന്നേ എനിക്ക് യുക്തമായ ഉപദേശവും തന്നിട്ട് വേണം ഭഗവാനെ പോകാൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉദ്ധവന് ഭഗവാൻ തുടർന്ന് 8-ാമത്തെ അധ്യായം മുതൽ ഏതാണ്ട് ഒരു 26-ാമത്തെ അധ്യായം വരെ തുടർച്ചയായിട്ട് ഉപദേശം കൊടുക്കുന്നത്. ഈ ഉപദേശത്തിൻ്റെ ആകത്തുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയണം? സത്സംഗത്തിൻ്റെ മഹത്വം, 5 തരം യോഗമാർഗങ്ങൾ, കാലം എന്നാൽ എന്താണ്, ജീവന്റെ ഗതി. നമ്മൾ പറഞ്ഞു പോയതാണ് ഈ വിഷയം അല്ലെ? എന്തൊക്കെ പറഞ്ഞു? ആദ്യം എന്താ പറഞ്ഞു കൊടുത്തത്? സത്സംഗത്തിന്റെ മഹത്വം. അത് നമുക്കിപ്പോൾ അറിയാം അല്ലെ? സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് മിണ്ടില്ല, അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അത് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, സത്സംഗത്തിന്റെ മഹത്വം. പിന്നെയോ 5 തരം യോഗമാർഗങ്ങൾ. അതിലേതൊക്കെയാണ് 5 തരം എന്ന് പറഞ്ഞത്? ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, അഷ്ടാംഗയോഗം, സാഖ്യയോഗം. ഇവിടെ നമ്മളിപ്പോൾ ഭക്തിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഭക്തി എങ്ങനെയാവണം? അത് അഹൈതുകിയാവണം, അപ്രതിഹതമാവണം എന്ന് പറഞ്ഞതാണ് അല്ലേ? അതേപോലെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരേപോലെയുള്ള വസ്തുവാണ് ഭഗവാൻ എന്നത് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പം ജ്ഞാനമാർഗം നമ്മൾ പറയുന്നുണ്ട്, ഭക്തിയോഗം പറയുന്നുണ്ട്, കർമ്മത്തിൻ്റെ പല പല വകുപ്പുകൾ നമ്മൾ പറഞ്ഞാൽ ഓർക്കുന്നുണ്ടാവും. കർമ്മമെന്നും പിന്നെ എന്ത് പറഞ്ഞു? സംസ്കാരം, വാസന, മനസ്സ്, ശരീരം. അത് പറഞ്ഞാൽ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമി അത് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? കർത്തൃത്വ ബോധത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു വരുമ്പോൾ എന്ത് പറഞ്ഞതായി പറഞ്ഞു വരുന്നത്? ഈ ഏകാദശത്തിൽ പറഞ്ഞ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി, അത്രേ ഉള്ളൂ. ഇനി അപ്പൊ കർമ്മയോഗമായി, ഭക്തിയോഗമായി, ജ്ഞാനയോഗമായി. പിന്നെ അഷ്ടാംഗയോഗം, അത് നമ്മൾ കഴിഞ്ഞ പലതവണ പറഞ്ഞതാണ്. യമം, നിയമം, ആസനം. ഓ അതായിരുന്നു അല്ലേ? അത് ഞങ്ങൾക്കറിയാം, എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ, അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പിന്നെയോ സാഖ്യയോഗമാണ്. അത് സൃഷ്ടിയുടെ ഒരു പ്രകരണമാണ്. പലർക്കും പലതരത്തിൽ പറഞ്ഞാലേ മനസ്സിലാവും. അതുകൊണ്ടാണ് ഓരോ ബുദ്ധിയുള്ളവർക്ക്. ഇപ്പൊ ക്രിസ്ത്യൻസ് ഒക്കെ പറയും ആദം ഹവ്വ ഉണ്ടായി, അങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒരു കഥ. അങ്ങനെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും. അതിനാണ് നമ്മൾ സായംഭവനം എന്ന് ശതരൂപയെന്നും പറഞ്ഞിട്ട് അവരുടെ പരമ്പരയായിട്ട് പറഞ്ഞത്. ഇനി ചിലർക്ക് ഈ മോഡേൺ സയൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ബിന്ദു അത് വലുതായി വലുതായി വരുന്നു, പിന്നെ അത് ചുരുക്കുക, വലുതാകെ ചെറുതാകെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ബിഗ് ബാങ് തിയറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആയാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരു വസ്തു ഏറ്റവും ചെറുതായാൽ എന്താകും? അത് തന്നെയായിരിക്കും. എന്നിട്ട് എത്ര വരെ ചെറുതാകും? എത്ര വേണമെങ്കിലും ചെറുതാകും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു ചെറുതായി ചെറുതായി ഏറ്റവും ഒടുവിലെത്തുമ്പോൾ അതിൻ്റെ അവസാനത്തെ വിശ്രമസ്ഥാനം ഇനി ചെറുതാക്കാൻ പറ്റില്ല എന്നൊരു ഘട്ടം എത്തുക. നമ്മളെ ചെറുതാക്കുന്ന വെച്ചാൽ നമ്മളെന്താ ഉദ്ദേശിച്ചത്? ഒരു പ്രൊപ്പല്ലറിനകത്തോ എല്ലാം കയറ്റി ഞെക്കി പീച്ചി അതിനല്ല. നമ്മുടെ അറിവുകളൊക്കെ ഉള്ള ഒരു വസ്തു ചെറുതായി 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 എവിടെ വരെ ചെറുതാവാം? ഏറ്റവും ചെറിയ വസ്തു ആറ്റമാണെന്ന് പഠിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആറ്റത്തിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ കണ്ടത്രേ ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും ഇലക്ട്രോണുകളുണ്ട്. സമാധാനമായി. 1960 ആയപ്പോൾ ചിലർക്കൊരു സംശയം, ഈ ന്യൂക്ലിയസിനകത്ത് വല്ലതും ഉണ്ടോ? ഒളിഞ്ഞു നോക്കി, ഉണ്ടത്രേ. പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടത്രേ. സമാധാനമായി. ചുറ്റും ഇലക്ട്രോണുണ്ട്. 90 ആയപ്പോൾ ചിലർക്കൊരു സംശയം, ഈ ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഇങ്ങനെ അകത്തേക്ക് നമ്മൾ നോക്കും തോറും കാണാൻ തുടങ്ങുക. ഇത് പണ്ടേ അറിഞ്ഞ് കണ്ടതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞത്, ഈ പുറത്തോട്ടുള്ള അന്വേഷണം നിർത്തുക, നോക്കുന്ന ആളെക്കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുന്ന ആളെക്കുറിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞത്. 2002 ആയപ്പോൾ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധി ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്.
അദ്ദേഹം ഒടുവിൽ അത് തന്നെ പറഞ്ഞിട്ട് മരിച്ചും പോയി. ഏത് പറഞ്ഞിട്ട്? പുറത്തോട്ടുള്ള അന്വേഷണമൊക്കെ നിർത്തുക, ഈ നോക്കുന്ന അറിയുന്ന ആളെ കുറിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പോയി. ഇതൊക്കെ നമ്മുടെ ആചാര്യന്മാർ പണ്ട് ചർച്ച ചെയ്ത വിഷയമാണെന്ന് പറയാം. അല്ലാണ്ട് അതിവിടെ ഉണ്ടെന്ന് ഭ്രമിപ്പിക്കാനല്ല, അല്ലെങ്കിൽ ശ്രമം നടത്തുകയല്ല നമ്മളെ. ഇപ്പം ചന്ദ്രന് വെള്ളം ഉണ്ടെന്ന് കണ്ടാൽ ഉടൻ ഫേസ്ബുക്കിൽ ഇടുകയായി പണ്ട് വേദത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ വെള്ളം അല്ലല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ മിടുക്കന്മാർ അവിടെ പോയി കണ്ടുപിടിച്ചതാണ് അല്ലെ. അച്ഛൻ ആനപ്പുറത്തിരുന്നെന്ന് വെച്ച് നമുക്ക് എന്തുണ്ടാവണ്ട? അതാണ് കാര്യം. നമ്മൾ ഇരുന്ന് പഠിച്ചാൽ എന്തുണ്ടാകും? അത്രേ ഉള്ളൂ. ഇതൊന്നും പഠിക്കുകയില്ല, ഒന്നും ഉപയോഗിക്കുകയില്ല, എന്നിട്ടോ പഴയ മുഴുപ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേന തൊട്ട് ഹെലികോപ്റ്റർ പ്ലെയിൻ വരെ വിദേശത്തുനിന്ന് കണ്ടുപിടിച്ചതാണ് അല്ലേ. അരി അരയ്ക്കുന്നത് നിങ്ങൾ എന്തിനാ? മിക്സി, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചതാണ്. നമ്മൾ കണ്ടുപിടിച്ച മറ്റേ സാധനം എടുക്കാൻ പോകാത്ത ആട്ടുകല്ലും അരകല്ലും. മര്യാദയ്ക്ക് ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുമില്ല, എന്നിട്ട് മുഴുപ്പിനൊട്ട് കുറവില്ല. ഏതിന്? അതുകൊണ്ട് ഇവിടെ, ഇതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ വേണ്ടതെന്തായിരുന്നു? മനുഷ്യന് ഭൗതിക ലോകത്ത് ആവശ്യമുള്ളതിന് അവരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള സംവിധാനങ്ങളുണ്ടെന്ന് നോക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം ഉപയോഗിക്കുന്നത് പുറത്തെയാണ്, പറയുമ്പോഴോ ഭാരതോ ഭയങ്കര സംഭവം വല്ലതും അറിയുമോ? ഇത് ഇങ്ങനെ പറഞ്ഞാലൊക്കെ അതുപോലെ. ഇനി ഇവിടുത്തെ ആകെ ലോകം മുഴുവൻ കൊതിക്കുന്ന ഒരു സമ്പത്ത് എന്താണ്? അതിവിടുത്തെ ആധ്യാത്മികമായിട്ടുള്ള അറിവാണ്. അത് വേറെ ഒരിടത്തും പോകാൻ പറ്റില്ല. അതിനവിടെ തന്നെ വരണം, ഇവിടെ തന്നെ വരണം എന്ന് പറയുകയായിരുന്നു. അപ്പം അങ്ങനെ ആ കൂട്ടത്തിലാണ് ഭഗവാന്റെ തന്നെ ഒരവതാരം. അതായത് അത്രി മഹർഷിക്കും അനസൂയയ്ക്കും 3 മക്കളുണ്ടായതിൽ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, 3 മക്കളുണ്ടായി. ചന്ദ്രനും ദത്താത്രേയനും ദുർവാസാവും. ദത്താത്രേയനെ ഭഗവാന്റെ അവതാരമായിട്ടാണ് വയ്ക്കുക. ഈ ദത്താത്രേയൻ അവധൂതനായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് രാജാവ് അദ്ദേഹത്തെ ചെന്ന് കാണുകയും, അങ്ങനെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും സന്തോഷം. ആർക്ക്? ദത്താത്രേയൻ മരത്തിൻ്റെ ചോട്ടിൽ കിടക്കുക. ഇതെങ്ങനെയാണ് അങ്ങേക്ക് ഇത്ര അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നത്? ഈ അസൗകര്യങ്ങളുള്ള ആൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല അല്ലേ? മനസ്സിലാകുന്നുണ്ടല്ലോ. അങ്ങേർക്കത് അസൗകര്യമാണെന്ന് ബോധ്യമായാലല്ലേ ഉള്ളൂ, അതില്ലല്ലോ. തമിഴ്നാട്ടിലെ പാണ്ഡ്യരാജാവ്, ഒരു പാണ്ഡ്യരാജാവിൻ്റെ ഒരു സേനാനായകൻ, അദ്ദേഹം രാജാവിൻ്റെ സേനാനായകനായിരുന്നു. പുറം രാജ്യങ്ങളിൽ കപ്പലൊക്കെ വെച്ചിട്ട് പോയി യുദ്ധമൊക്കെ ചെയ്ത ആളാണ്. അങ്ങനെ അദ്ദേഹത്തിന് വിദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടായി. പിന്നെ അദ്ദേഹം സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി, വ്യാപാരം. അങ്ങനെ രാജാവിനേക്കാൾ സമ്പന്നനായിട്ട് തീർന്നു ആര്? അവിടുത്തെ സൈന്യാധിപൻ. പിന്നെ അയാൾ മര്യാദയ്ക്കൊന്നും ജോലി ചെയ്യുന്നില്ല. കാരണം എന്താണ്? വേറെ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ അദ്ദേഹം ഒരു സന്യാസിയെ സ്വീകരിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം നമ്മുടെ മുജുകുന്ദ സ്തുതി, അതല്ലേ വേണ്ടത് അല്ലേ? വൈരാഗ്യ പ്രകരണം നല്ല വൃത്തിയായിട്ട് ആർക്ക് പറഞ്ഞു കൊടുത്തു? ഈ സൈന്യാധിപന്. എല്ലാം ഇട്ടിട്ടൊരു പോക്കും പോയി. വീടും സ്വത്തും ഒക്കെ ഇട്ടിട്ട് ആരും പോയി കളഞ്ഞോ? ഇങ്ങനെ പോയി. പിന്നെ ഒരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് അദ്ദേഹം അവിടെ കൊട്ടാരത്തിലേക്കൊന്നും വന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിലും വന്നില്ല. പകരം ഒരു അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ ചുവട്ടിലെ ഒരു പാറപ്പുറത്ത് കയറിയിരിപ്പായി. പഴയ നമ്മുടെ സൈന്യാധിപനാണെന്ന് അറിഞ്ഞു. അപ്പോൾ സന്യാസിയായെന്ന് അറിഞ്ഞിട്ട് നാട്ടുകാരൊക്കെ ചെല്ലുന്ന കാണും, ചിലരോടൊക്കെ സംസാരിക്കും, ചില ഉപദേശമൊക്കെ കൊടുക്കും. 1 വാക്ക് 2 വാക്കൊക്കെ, അത്രേ ഉള്ളൂ. ഇതൊക്കെ അറിഞ്ഞു. രാജാവും അറിഞ്ഞു. വലിയ സിദ്ധികളും ഒക്കെയുള്ള യോഗിയായിട്ട് മാറിയിട്ടുണ്ട് ആര്? നമ്മുടെ പഴയ സൈന്യാധിപൻ. അങ്ങനെ രാജാവും ഇദ്ദേഹത്തെ കാണാൻ ചെല്ലുകയായി. അങ്ങനെ രാജാവ് ചെല്ലുമ്പോൾ ഇയാൾ പാറപ്പുറത്തിരിക്കുകയാണ്. അപ്പോൾ രാജാവിന് കഷ്ടം തോന്നി. കീറി പറഞ്ഞ വസ്ത്രമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുകയായി. ആര്? പട്ടുവസ്ത്രമൊക്കെ കൊടുത്തിരുന്ന സൈന്യാധിപൻ. ഇപ്പോൾ രാജാവ് സങ്കടത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ സ്വത്തും സൗകര്യവും ഒക്കെ ഇട്ടുപോയിട്ട് തനിക്ക് എന്താ ഇപ്പോൾ കിട്ടിയത് എന്ന് ചോദിച്ചു. അദ്ദേഹം പതുക്കെ ചിരിച്ചിട്ട് പറയാണ്, നീ നിൽക്ക, ഞാൻ ഇരിക്കാൻ. അത്ര പറഞ്ഞുള്ളൂ. പണ്ട് നിന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കണമായിരുന്നു? ആ സൈന്യാധിപനായിരുന്നപ്പോൾ തൊഴുത് പിടിച്ചിട്ട് നിൽക്കും. ഇപ്പം എന്താ അവസ്ഥ? നീ നിൽക്ക, ഞാൻ ഇരിക്കാൻ. ഇത് അപ്പം എല്ലാം പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ലാഭം എന്താണ്? ഇതാണ് ലാഭം. അത് ഭൗതികമായിട്ട് പറഞ്ഞതല്ലാതെ ആത്മീയ തലത്തിൽ അദ്ദേഹം അതിലേക്കെത്തി. അതാണ് പറഞ്ഞു വെച്ചതേ. അപ്പം നമ്മൾ എത്രയധികം മമത കൊണ്ട് നടക്കുന്നോ, എൻ്റെ വസ്തുക്കളിൽ ഭ്രമം കൊണ്ട് നടക്കുന്നോ, അത്രയധികം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറയും. അപ്പം എന്താ വേണ്ടത്? പണമൊക്കെ വന്നോട്ടെ, സ്വത്ത് വന്നോട്ടെ, എല്ലാം അനുഭവിച്ചോളൂ. പക്ഷെ ഒരു ഒട്ടലില്ലായ്മ ശീലാക്കി വയ്ക്കുക.
അതിന് മറ്റേത് ഓർത്ത് വെച്ചാൽ മതി. ഏത്? മാമ്പൂ കണ്ടും കേട്ടോ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം എല്ലാം എളുപ്പമാവും. ഒരൊട്ടലില്ലായ്മ ശീലാക്കി വയ്ക്കുക. ഇതെല്ലാം ഉണ്ടായതാണ് ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതും ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നിട്ടും പലർക്കും അങ്ങോട്ട് ഒരു സന്തോഷം വരുന്നതായിട്ട് തോന്നുന്നില്ല. ഇത്രയും ദിവസമായില്ല, നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഇപ്പം എന്താ വേണ്ടത്? ആർക്കറിയാലോ, ഞങ്ങൾ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കല്ലേ വേണ്ടത് സന്തോഷം. അപ്പം സന്തോഷിക്കാൻ എന്താ വേണ്ടത്? പല ഭയങ്ങൾ നമ്മളെ സന്തോഷത്തിൽ നിന്ന് അകറ്റുമല്ലോ അല്ലേ? മരണഭയമുണ്ട് നമുക്ക്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹം, ഒരു തരം സപ്താഹമില്ല നടത്തുന്നല്ലേ, ഒരു വരം തരാൻ പോവാണ്. കൃഷ്ണൻ 125 വയസ്സ് പൂർത്തിയായപ്പോഴാണ് മരിച്ചത്. എപ്പോഴാണ് മരിച്ചത്? അതുകൊണ്ട് ഇപ്പം ഇരിക്കുന്ന 300 എത്ര പേരുണ്ട്? 340ഓളം പേരുണ്ട്. നിങ്ങൾ എപ്പോഴേ മരിക്കുള്ളൂ? 125 വയസ്സ് പൂർത്തിയാകുമ്പോഴേ മരിക്കും. സന്തോഷമായോ? അതിനില്ലാത്തത് ഇരിക്കേണ്ടത്. അത് കൊള്ളാമല്ലോ. ചിലർക്കൊരു വിഷമം, ഇപ്പോൾ 125 വയസ്സ് ഇരിക്കും, ശരി, ഓക്കെ, അതല്ല പ്രശ്നം. 85 വയസ്സായപ്പോൾ ഒരു സൈഡ് തളർന്നു, ഇനി എത്ര കാലം ഇരിക്കണം? അതൊരു വലിയ വിഷമാണല്ലോ അല്ലേ? അപ്പൊ കൃഷ്ണൻ പോവാറായപ്പോഴാണ് ജര എന്ന് വെച്ചാൽ അല്ലേ, അദ്ദേഹത്തിന് അമ്പയച്ചത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ രണ്ടാമത്തെ വരാണ്, നമ്മൾ മരിക്കുന്ന ആ സെക്കൻഡ് വരെ നമുക്ക് 30 വയസ്സിലെ ശരീരവും ആരോഗ്യവും ഭംഗിയും ഉണ്ടാവും. മതിയോ? ഇപ്പൊ സമാധാനമായോ? ആയെന്നില്ല. എന്താ ആദ്യം എന്തായിരുന്നു വരം? അത് കഴിഞ്ഞപ്പോ പിന്നെ തൃപ്തിയില്ലെന്ന് കണ്ടപ്പോ എന്ത് പറഞ്ഞു? 30 വയസ്സിലെ ഇപ്പൊ ശരിയായോ? അപ്പോഴും ചിലരുടെ സംശയം, ഞാൻ മരിക്കില്ല, ശരി, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കുട്ടികളൊക്കെ മരിച്ചു പോയാലോ, മക്കളുടെ മക്കൾ, അത് വലിയ സങ്കടമല്ലേ? പോട്ടെ, സാരമില്ല. നിങ്ങൾ മരിക്കുന്ന അന്ന് വരെ നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ കൊണ്ടു നടന്ന സാധനത്തിനോ ഒന്നും പറ്റില്ല. പോരെ? ഇപ്പൊ സന്തോഷമായോ? എങ്കിലും ഒന്ന് ചിരിക്കരുത് എന്നാണ്. ആ സത്യത്തിൽ നിങ്ങളിപ്പോ ചിരിച്ചെന്തി തോന്നുന്നു? ഉറപ്പുള്ള കാര്യം അതല്ലേ ചിരിച്ചത്? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അപ്പൊ നടപ്പില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തിനല്ലേ നമ്മൾ ഈ പൊതിച്ചിട്ട് ദുഃഖിക്കുന്നത്? അമ്പലത്തിൽ പോയി വഴിപാട് കഴിച്ചത് ഇതൊക്കെ ശരിയാക്കാനല്ലേ? എന്നാൽ ഇതൊന്നും നടപ്പില്ല എന്ന് ആർക്ക് തന്നെ അറിയുകയും ചെയ്യാം. എന്നാൽ പിന്നെ അതൊക്കെ വിട്ടുകളയല്ലേ ചെയ്ത് നല്ലത്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്ഥിരമല്ലാത്ത ഉറപ്പില്ലാത്ത വസ്തുക്കളിലെ ഭ്രമം ഒഴിവാക്കുക, എന്നിട്ടോ ഉറപ്പുള്ള വസ്തുവിനെ കുറയ്ക്കുക. രാധേശ്യം, രാധേശ്യം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയത്തേക്ക് കിഴക്കേടം തിരുമേനി എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഈ കൂടിയിട്ട് ശ്രമിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നാമം ജപിക്കാം. ഗുരുവായൂരൊക്കെ തൃശ്ശൂർ വരെ പോകാൻ ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറുന്നു. ഇടയ്ക്ക് വായിക്കാൻ പുസ്തകം, പിന്നെ എന്താ ഭക്ഷണം ഒക്കെ കരുതിയതാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എങ്കിലും, ശരിയോ, പുസ്തകം വായിക്കാൻ പറ്റിയില്ലെങ്കിലും പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അത് മറന്നുപോയി അല്ലേ? തൃശ്ശൂർ ഇറങ്ങണമായിരുന്നു അല്ലേ? അത് മറന്നാൽ പോയി. ഇതേപോലെ നമ്മൾ ഭഗവാനിലെത്തുക എന്ന പരമമായ ലക്ഷ്യം ഉറപ്പിച്ച് വെച്ചിട്ട് ജീവിതം ആരംഭിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാകും ബാക്കിയൊക്കെ അല്ലേ? നമ്മളിപ്പം ചെന്ന് ഭഗവാനോട് പറയുന്നതൊക്കെ ഇതൊന്ന് ശരിയാക്കി തരാനാണ്. ഏത്? ഇവിടുത്തെ പരിപാടി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, സന്തോഷിക്കാനുള്ള വകുപ്പുകൾ അന്വേഷിച്ചപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി വേണ്ടാന്ന്. ഏത് പരിപാടി? 125 വയസ്സ് വരെ എന്ത് വേണ്ടാന്ന്? അതാ, അങ്ങനെ ഇപ്പം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഇഷ്ടമല്ല അത്രേ. ഉള്ളത് തന്നെ പ്രാരബ്ധമായിട്ടിരിക്കുക അത്രേ. ഇതൊക്കെ നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണ്. ഭാവിയെ കുറിച്ചിട്ട് നമുക്കറിയില്ല അല്ലേ? ഇത് നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്തതാണ്. എന്നാൽ അങ്ങനെ ഉറപ്പിച്ചാലോ അല്ലേ? ഉറപ്പിച്ചാലോ അതും വേണ്ടെന്നാണ് അവർ പറഞ്ഞത് അല്ലേ? 125 വയസ്സ് വരെ എന്ത് വേണ്ട? ജീവിതം വേണ്ട, സന്തോഷമായിട്ടിരിക്കട്ടെ, തൽക്കാലം വേണ്ട, ഉള്ള പോലെയൊക്കെ പോയാൽ മതി അല്ലേ? ഒരു ലോട്ടറി അടിച്ചാലോ? വേണ്ടാന്നേ. അങ്ങനെയാണ് നമ്മൾ പറയാ അല്ലേ? ഇങ്ങനെ ഭഗവാനല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന നിലയിലേക്ക് ആത്മവിചാരത്തിലൂടെ നമ്മൾ ഉയരണം. കാരണം എന്താണ്? അതിൻ്റെ രുചി കുറേശ്ശെ കിട്ടിത്തുടങ്ങുമ്പോഴാണ്. ഇപ്പം നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഭഗവാന്റെ രുചി നമുക്ക് കിട്ടിയിട്ടില്ല എന്നല്ല, കിട്ടിയെന്ന് നമുക്ക് അറിയില്ല. അതാണ് കാര്യം. എപ്പോഴും കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പം തന്നെ എത്രയോ പേര് ഇവിടെ നിന്ന് ഉറങ്ങുന്നുണ്ടല്ലേ? അവരെന്ത് രുചിയിലിരിക്കുകയാണ്?
അതാ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതിന്റെ പകുതിക്കൊന്ന് തുടങ്ങാണ്, ഒരുപാട് നേരം ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു വ്യക്തി ഏറ്റവും സുഖമായിട്ടിരിക്കുന്നത് ഉറക്കത്തിലാണ്. നമ്മൾ പറഞ്ഞതല്ലേ, ഏറ്റവും സുഖമായിട്ടിരിക്കുന്നത് എപ്പോഴാണ്? ഉറക്കത്തിലാണ്. അതെന്താ ഉറക്കത്തിൽ സുഖമായിട്ടിരിക്കുന്നത്? ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപദ്രവങ്ങളും ബാധകളൊന്നും അവിടെ ഇല്ല. അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ എങ്ങനെ ഇരിക്കും? സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കും. ഇപ്പൊ ഉണർന്നിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഏത് ബാധിക്കുന്നുണ്ട്? ശരീരവും മനസ്സും ബുദ്ധിയൊക്കെ ബാധിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തിനോടൊക്കെ ചാടിപ്പോകും. അതെ, ചിലര് മൊബൈൽ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇരിക്കും. വിളിച്ചാലോ മക്കളാരെങ്കിലും അല്ലെ, ഈ 3/4 മണിക്കൂർ നേരം അവർ വിളിച്ചാലും കൊള്ളാം വിളിച്ചില്ലെങ്കിലും കൊള്ളാം എന്ന് പറഞ്ഞ് എവിടെ ഇരിക്കേണ്ടതാണ്? അതെ, കുഴപ്പം എന്താ വെച്ചാൽ വിളിച്ചില്ല പിന്നെ അമ്മമാര് വിളിക്കുകയില്ലേ ഒരു മാസത്തേക്ക്. അതുകൊണ്ട് ഇത് കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്ക് തന്നെ പേടിയാണ്. പണ്ടത്തെ പോലെയല്ല. മുതിർന്നവരെ കുട്ടികൾക്ക് പേടിയായിരുന്നു പണ്ട്. ഇപ്പൊ നേരെ തിരിച്ചാണ്, നമുക്കാരും പേടിയാണ്. അതിതുകൊണ്ടാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഒന്നേ ഉള്ളെങ്കിലും എന്നിട്ട് ഒലക്കുണ്ടോ വീട്ടില്? ഇല്ല. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ കാര്യമില്ല, നമുക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് അതുകൊണ്ട് നമുക്കത് വെച്ചോണ്ടിരിക്കാനും വയ്യ. അതായത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തു വളർത്തിയിരുന്നെങ്കിൽ എന്ത് പേടിക്കേണ്ടി വരില്ലായിരുന്നു? ഇത് പേടിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ശിക്ഷ എന്നാണ് അതിന് പറയുന്നത് തന്നെ. ശിക്ഷ എന്ന് വെച്ചാൽ തല്ലിയത് മാത്രമല്ല, ശിക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഏതായാലും അവിടെ ഒരു ചെറിയ ഒരു പോരായ്മ നമുക്കുണ്ടായിട്ടുണ്ട്. എവിടെ? ആ ഒരു ശിക്ഷയിൽ ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും പ്രായമുള്ളവർ മാത്രമായിട്ടിരിക്കുന്നത്. എന്നിട്ടോ അവര് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര് വരും. അതാ എന്നാ വരില്ല എന്ന് ആർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം, നമുക്കറിയുകയും ചെയ്യാം. എന്നാലും ഒരു ഗതി അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞത്, ഈ കിളികളൊക്കെ അവര് എത്ര സൂക്ഷിച്ചിട്ടാണ് അതുങ്ങളുടെ കുഞ്ഞുങ്ങളല്ലേ. പൂച്ചയാണെങ്കിലോ മിനിറ്റിന് സ്ഥലം മാറ്റിയാണ് കുഞ്ഞിനെ കൊണ്ടു നടക്കുക അല്ലേ, വേറെ ഒന്നും പിടിക്കാതിരിക്കാൻ. എന്ന് വെച്ചാൽ അതുങ്ങൾ പൂച്ച വിചാരിച്ച് ഇവൻ വലുതാവുമ്പോ എന്നെ നോക്കുമെന്ന് ഇല്ല, നമ്മൾ മാത്രമേ എന്ത് കൊണ്ടു നടക്കുന്നുള്ളൂ. അതാണ് എന്തോ ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ വളർത്തുന്നത് അല്ലേ. എങ്ങാനും അവസാന കാലത്തെത്തി വെള്ളം ചപ്പാത്തി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് മതി, വെള്ളം കിട്ടിയാലും മതി, എത്രയും നമുക്ക്. അങ്ങനെ ഒരു ദുരുദ്ദേശത്തോടെ മക്കളെ വളർത്തുന്നത് ആരെയുള്ളൂ. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഒരു സന്തോഷമില്ലായ്മ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. കാര്യം നമ്മളെല്ലാ വർഷവും സപ്താഹം ഇങ്ങനെ സന്തോഷമായിട്ട് തന്നെയല്ലേ തുടങ്ങലും പിരിയലും നടത്തലും ഒക്കെ. എന്നാലും ഇടയ്ക്ക് വന്ന് പെടുന്ന ആൾക്കാർ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതാണ്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വന്നിട്ട് നമ്മുടെ കഥ പറഞ്ഞാലും എന്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭാഗവതം അതിപ്പോ എന്താ ദുഃഖിക്കാൻ കാര്യം? നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റണ്ടേ? ഉള്ളില് ഭഗവാനാണ്, ആനന്ദമാണ്ടിരിക്കുക. അതിനോടെടുക്കുന്നതോറും ആനന്ദമല്ലേ പുറത്ത് വരേണ്ടത്. അതെ, അത് പറ്റാത്ത ഒരു കാര്യമാണ് അല്ലേ. ഭൗതിക കാര്യങ്ങളിൽ വ്യാപരിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ശരീരവും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ചുറ്റിയിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗുണത്തിലും ദോഷത്തിലും പെട്ടിട്ട് ദുഃഖിച്ചിരിക്കുന്നു. ഇങ്ങനെയല്ലേ വേണ്ടത്? വന്നത് വീട്ടിലല്ല. ഇതൊക്കെ ഒറ്റത്തവണേ പറയാൻ പറ്റുള്ളൂ. ഇത് പാടുപെട്ട പറഞ്ഞെന്നറിയോ? അത് പിന്നെ പറയാൻ പറ്റില്ല. അതായത് ശരീരം ഞാനാണെന്ന് വിചാരിച്ചതോടെ ശരീരത്തിന്റെ നന്മ തിന്മകളൊക്കെ എന്നെയും ബാധിക്കുകയും അല്ലേ. അതിലാണ് നമുക്ക് എന്തുണ്ടായത്? തരാതരം പോലെ ദുഃഖവും സന്തോഷവും ഒക്കെ തീരുമാനിച്ചത്. അതല്ലേ ഇവിടെ വന്നിട്ടും എന്ത് പറ്റാത്തത്? സന്തോഷിക്കാൻ പറ്റാത്തത്. പോട്ടെ, സാരമില്ല, ശരീരത്തിന്റെ കാര്യം തന്നെ നോക്കിക്കോളും. ശരീരം നമ്മൾ നോക്കുമ്പോൾ അതാണല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അല്ലേ. നമ്മൾ കൊണ്ടു നടക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടം. എത്ര നേരം കണ്ണാടിയുടെ മുമ്പിൽ ആരും ഇല്ലെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും നോക്കിയിട്ട് പഴയ പോലെ ശരിയാവുന്നില്ലല്ലോ. എന്തില്ല ഇതിങ്ങനെ നോക്കി. അതുകൊണ്ട് ശരീരത്തിനെ കുറിച്ച് തന്നെ പറയാം. അപ്പൊ സന്തോഷമാവുമെന്ന് നോക്കാനായിട്ടാണ്. നമ്മൾ ഈ ശരീരത്തിന്റെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ത്വക്ക്, ചർമ്മം, മാംസം, രുധിരം, മേധസ്, അസ്ഥി, മജ്ജ, അസ്ഥി. ഏറ്റവും അവസാനം അസ്ഥിക്കകത്താണ് മജ്ജ ഇരിക്കുന്നത് അല്ലേ. അറിയില്ല, വെറുതെ പറയാണ്. കോഴിയുടെ തല്ലി പൊളിച്ചിട്ട് കൊള്ളാം, അറിയുകയൊക്കെ ചെയ്യാം. വെറുതെ ഇവിടെ ആയതുകൊണ്ട് പറയാത്ത. ഏതായാലും നോക്കി, നിങ്ങളൊക്കെ ഈ സ്കൂളിൽ പഠിച്ച കാലത്തോ അല്ലെങ്കിൽ ഇവിടെ എക്സിബിഷൻ ഒക്കെ നടക്കുമ്പോൾ
മനുഷ്യന്റെ ഇത് കണ്ടിട്ടുണ്ട്. അതിന്റെ മലയാളത്തിൽ പറയാ അസ്ഥികൂടം. അതാണ് അസ്ഥികൂടം. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടാവും. അതില് തലയോട്ടി എല്ലാം ഓർത്തില്ലെങ്കിലും തലയോട്ടി ഒന്ന് ഓർത്ത് നോക്കാം അല്ലേ? പണ്ട് രാജാ ഹരിചന്ദ്ര സിനിമയ്ക്കകത്തെ അതിങ്ങനെ പിടിച്ചോണ്ടൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ, തിലകം ചാർത്തി. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ചീകി മഴകായ്, അങ്ങനെയാണ് ആ പാട്ടുണ്ടല്ലോ അല്ലേ? ശരിക്കും നമ്മുടെ എല്ലാവരുടെയും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയോട്ടി തന്നെ അങ്ങനല്ലേ ഇരിക്കുക അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തലയോട്ടിയെ, അത് എപ്പോഴും ചിരിച്ചോണ്ടല്ലേ ഇരിക്കുക? മിണ്ടില്ലേ? അതെ അല്ലെ? അതിന് പല്ലില്ലാത്തതുകൊണ്ട് പാവം എപ്പോഴും എങ്ങനെ ഇരിക്കുള്ളൂ? മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ ഈ തൊലിയൊക്കെ മാറ്റിയിട്ട് ഏതിനെ ഓർക്കണം? അപ്പൊ നിങ്ങൾക്ക് എന്ത് വരും? ഇനി നിങ്ങൾ ദുഃഖിക്കില്ല. ഏതോർത്തിട്ട് ശരീരത്തിനോട് ശരിക്കും എപ്പോഴും ചിരിച്ചിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഈ തൊക്ക് മാംസമൊക്കെ വന്നുകൊണ്ട് മസിൽ പിടിച്ചിരിക്കാന്ന് പറയില്ലേ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഉള്ളിലുണ്ടായിരുന്ന ചിരി കൊണ്ട് കളഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുക? ഇവിടെ വന്നിട്ട് വീർത്ത് കെട്ടി ഇരുന്ന് സാന്ദ്രമായ ആനന്ദത്തെ കുറിച്ച് പറയുന്ന ഈ വേദി കൂടി എന്താക്കി മാറ്റിയിരിക്കാൻ കണ്ട. അതിന് പകരം ഇടയ്ക്കിടയ്ക്ക് മറ്റേത് ഓർത്താൽ മതി. ഏത്? അടുത്തിരിക്കുന്ന ആളെ നോക്കിയപ്പോൾ നമുക്ക് തിരിവില്ല ഏതായിരിക്കുന്നത്. അങ്ങനെ സന്തോഷമായിട്ട് നമുക്ക് എന്ത് കൂടാൻ പറ്റും? സപ്താഹം. നമുക്ക് എത്ര ഉള്ള കാര്യം. നമ്മുടെ സപ്താഹത്തിന് വരുന്നവരൊക്കെ എങ്ങനെ വീട്ടിൽ പോകണം? സന്തോഷമായിട്ട് പോകണം. ഇനിയിപ്പം മുടി ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇതില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, ഏതില്ലാത്തത് എന്നാരോട് പറയാൻ പറ്റണം? അപ്പൊ ശരിയായോ? ചങ്ങാതി നന്നായാലും ഇത് വേണ്ടെന്നാണ്. അതാണ്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ട് അവധൂതൻ എപ്പോഴും സുഖമായിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പഞ്ചഭൂതങ്ങളെ കണ്ടിട്ടൊക്കെ ഞാൻ പലതും പഠിച്ചത്രേ. പഞ്ചഭൂതങ്ങൾ ഏതാണ്? ഞാനും ഭാര്യ 3 മക്കളും. അതിയൊക്കെ ഭൂതമാണ്. ജീവിച്ചിരിക്കുന്ന എല്ലാം തന്നെയാണ്. നമ്മൾ പറഞ്ഞാണല്ലേ, ജീവനുള്ളതായിട്ട് കാണപ്പെടുന്ന എല്ലാം തന്നെയാണ് ഭൂതങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോൾ എന്ത് മനസ്സിലായി? 3-4 ഭൂതം വേദിയിലുണ്ട്. ഒരെണ്ണം എന്തൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എന്ത് മനസ്സിലായി? കണ്ടമാനം ഭൂതങ്ങൾ ഉറങ്ങാണ്ട് വെടിയിരിപ്പുണ്ട്. ഒക്കെ ഭൂതങ്ങൾ തന്നെയാണ്, പഞ്ചഭൂതങ്ങളാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. എന്നിട്ട് പറയണ ഭൂമിയെ കണ്ടു ഞാൻ, ഭൂമിയെ കുറിച്ച് പഠിച്ചു. നല്ല ക്ഷമയാത്രേ ഭൂമിക്ക്. എന്തുമാത്രം കുഴി കുഴിക്കുന്നുണ്ട് നമ്മൾ ഭൂമിയിലല്ലേ? എന്നിട്ട് ഭൂമി എന്ത് ചെയ്യുന്നില്ല? നമ്മളോട് വഴക്കുണ്ടാക്കുന്നില്ല, പ്രതികരിക്കുന്നതും ഇല്ല. അങ്ങനെ ആരെ കണ്ടിട്ട്? ഭൂമിയെ കണ്ടിട്ട് എന്ത് പഠിച്ചു? ഇതിപ്പോ കണ്ണാടി വെച്ച് നിങ്ങളെ കാണാൻ നോക്കണമല്ലേ അല്ലേ? ക്ഷമ പഠിച്ചത്രേ. എന്ന് പല സാമ്പ്രാണി കത്തിക്കാത്തവരാണ്. അല്ലെങ്കിലോ അതിന്റെ മണം എടുത്തിട്ട് പോകും. പക്ഷെ ഇതൊന്നും സ്ഥിരമായിട്ട് കൊണ്ടു നടക്കില്ല. കുറച്ച് കഴിയുമ്പോ അത് കളയും അല്ലേ? എന്നിട്ടോ ഇത്തിരി ദുർഗന്ധമാണെങ്കിലോ അത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നില്ല. അങ്ങനെ ഒരു ഒട്ടലില്ലായ്മ ശീലാക്കുക. എങ്ങനെ ശീലാക്കാണ്? ഒന്നിനോടും അതി വേണ്ടാത്ത ഒന്നും അങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടു നടക്കണ്ട. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാവ് കണ്ടും പെട്ടെന്ന് മറക്കും. നിങ്ങൾ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചിലേക്ക് മറന്നു പോകും. മേഘം ആകാശത്തിലാണ് കാണപ്പെടുക അല്ലെ? മേഘം എന്ന് വെച്ച് മേഘം ആരും ബാധിക്കുന്നില്ല, ആകാശത്തിനെ ബാധിക്കുന്നില്ല. നമ്മുടെ ഉള്ളിലാണ് സുഖവും ദുഃഖവും ഒക്കെ തീരുമാനം. ഒരേ വസ്തു തന്നെ ചിലപ്പോൾ സുഖമായിട്ടും ചിലപ്പോൾ ദുഃഖമായിട്ടും നമ്മൾ തീരുമാനിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞ മുട്ടുസൂചി ഉണ്ടല്ലോ, ഏത് മുട്ടുസൂചി? ഉണ്ടപ്പോ എടുക്കാൻ ഉപയോഗിച്ച മുട്ടുസൂചി, അത് വെറുതെ പോക്കറ്റിലൂടെ നടന്നാൽ എന്ത് പറ്റും? അത് തന്നെ എന്തായിട്ട് മാറും? മുള്ളായിട്ട് മാറും അല്ലേ? അതേപോലെ ഒരു വസ്തു തന്നെ സുഖമാവും ദുഃഖമാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇത്തിരി കാറ്റും ഒക്കെ കുറച്ച് കൂടുതൽ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പോഴാണ് വൈകുന്നേരം മഴ പെയ്ത് 4 പാടും ഒരു 5 ഫാൻ. അമ്മ രാവിലെ ഫാൻ ചോദിച്ചാൽ ഇതെല്ലാം കൊണ്ട് വെച്ചേക്കാം എന്ന് പറഞ്ഞ് ചുറ്റും എന്തുകൊണ്ട് വെക്കാണ്? അപ്പൊ ഈ ഫാൻ എന്തായിട്ട് മാറി? നമുക്ക് ദുഃഖമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് മേഘം ആകാശത്തിൽ ഉണ്ടെങ്കിലും മേഘമൊന്നും ആരും ബാധിക്കുന്നില്ല, ആകാശത്തെ ബാധിക്കുന്നതും ഇല്ല. അതേപോലെ ജലം, എന്തിനേയും നമ്മൾ എന്താ പറയാ, ഡൈല്യൂട്ട് ചെയ്യാനൊക്കെ എന്താ ഉപയോഗിക്കുക? വെള്ളമാണ് ഉപയോഗിക്കുക അല്ലേ? അതിനോട് പറ്റുമ്പോൾ ഒക്കെ അത്
അതൊരു സ്വഭാവമാണ്. അതേപോലെ വെള്ളത്തിന്റെ നിറം എന്താ? ഇത് അങ്ങനെ നിറമുണ്ടോ വെള്ളത്തിന്? അതാ, അതുപോലെ ഇരിക്കണം നമ്മളെ. എങ്ങനെ? എന്ത് വന്ന് പറ്റിയാലും ഒരളക്കമില്ലാണ്ടിരിക്കുക. ഒന്നും ആരെ ബാധിക്കരുത്, നമ്മളെ ബാധിക്കരുത്. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഒക്കെ നമ്മളെ എന്ത് പഠിപ്പിച്ചു? ഇത് കുറേ പറയാറുണ്ട്, എന്നാലും ഒന്ന് സൂചിപ്പിച്ചു പോയതാണ്. വാച്ചും കൂടെ നോക്കണം അല്ലേ, അല്ലെങ്കിൽ അടുത്ത സപ്താഹസ്ഥലത്ത് ചെല്ലുമ്പോൾ അടുത്ത ഉറപ്പാവും. അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. ചക്രം ചവിട്ടുന്ന പോലെയാണ്. നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ എന്ത് വരും? ചന്ദ്രനെ നോക്കി, ചന്ദ്രനെ നോക്കിയപ്പോൾ മനസ്സിലായത് കഴിഞ്ഞ ആഴ്ചത്തെ ചന്ദ്രനല്ല ഇപ്പോഴത്തെ ചന്ദ്രൻ അല്ലേ. വൃത്തിക്ഷയങ്ങളുണ്ട് ചന്ദ്രനെ, വലുതാകുന്നുണ്ട് ചെറുതാകുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായ ശരീരം അങ്ങനെയാണ്. എങ്ങനെയാണ്? അതൊരു ക്രമം പോലെയാണ്. കുറച്ച് ആദ്യകാലത്ത് കിടന്നുണ്ട്, ജനിച്ചപ്പോൾ കിടപ്പായിരുന്നു നമ്മളല്ലേ. പിന്നെ എഴുന്നേറ്റ് നടന്ന് ഇത്തിരി ആരോഗ്യമൊക്കെ, പിന്നെ അങ്ങോട്ട് തന്നെ പോകും. അതാ നമ്മൾ പറഞ്ഞല്ലേ, വെറുതെ ഓരോന്ന് ഓർപ്പിച്ച് പേടിപ്പിക്കാൻ അല്ലേ. അവസാനം അങ്ങനെയൊക്കെ തന്നെയാവും. എന്താണ് വിധി അതുപോലെയാവും. ഇപ്പൊ വൃത്തിക്ഷയങ്ങള് ശരീരത്തിനുണ്ടെന്ന് അറിയുക. അറിഞ്ഞാലത്തെ ലാഭം എന്താ? അതിലൊന്നും ഇളകാതിരിക്കും, കുലുങ്ങാതിരിക്കും. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ ഇതിലൊക്കെ ആലോചിച്ച് ദുഃഖിച്ചോണ്ടിരിക്കും. അതിനാണ് ഞാൻ രണ്ടാമത്തെ ദിവസം പറഞ്ഞത്, നാമജപം ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ടോ വയ്യാതെ കിടന്ന കിടപ്പിലായാലും നാവുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാം? അല്ലെങ്കിൽ നാമത്തിന് പകരം ബാക്കിയുള്ളവരെ പ്രാഗിയും പഴിച്ചും അവിടെ കിടക്കും. ഞാൻ എത്ര നേരമായി വിളിക്കുന്നു, ഒരാളിൽ ഇത്തിരി വെള്ളം എടുത്തു തരാൻ, ആ ജനലം നടക്കാൻ പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ, ഫാൻ ഇടരുതോ എന്നൊക്കെ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നാമം ശീലിച്ചു വെച്ചയാളോ കിടക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നീടാണ് ഓർത്തത്. അപ്പൊ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് സൂര്യനാവും സ്ഥലത്തുള്ള ജലമൊക്കെ വലിച്ചെടുക്കും. എന്നിട്ടോ ഒരു വേണ്ട സ്ഥലത്ത് പെയ്യിക്കും. ഇതേപോലെ ഒരു ജ്ഞാനി എന്താ ചെയ്യുക? പല സ്ഥലത്തു നിന്നുള്ള അറിവുകളൊക്കെ സമ്പാദിച്ചിട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാഥമികമായിട്ട് എല്ലാ കാര്യത്തെ കുറിച്ച് ഒരു അറിവുണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ആർക്കെങ്കിലും ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് ചോദിച്ചാൽ മാത്രം പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് എല്ലായിടത്തും എഴുന്നേൽക്കൊണ്ട് നടക്കരുത്. ഏത് അതുകൊണ്ടെന്നും പറഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, അത് പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ ആ കട കുഴപ്പത്തിലാണ്. ഇവിടെ മുഴുവനും ടീച്ചർമാരുടെ മകളാണ്. ആരാണ് ടീച്ചർമാർ? ഭാഗവത ടീച്ചർമാര്. ആർക്കും പഠിക്കാനൊന്നും ഇല്ല, എല്ലാവരും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കാൻ. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു അമ്മ വന്നിട്ട് എനിക്കൊരു പുസ്തകം തന്നു. ഞാൻ രാമായണത്തിന്റെ ഒരു ചെറിയ പുസ്തകം എഴുതി. ഞാൻ കുറച്ച് സംസാരിച്ചോട്ടെ എന്ന്. ഏതിനെ കുറിച്ച്? രാമായണത്തെ കുറിച്ചിട്ടേ. അന്നാണ് ഇവിടെ ശരത്തൊക്കെ സംസാരിച്ച ദിവസമായിരുന്നു. ഇത്രയും പേര് സംസാരിച്ചിട്ടും എന്ത് പോരാത്രേ അവർക്കും കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും നേരം പറഞ്ഞത് കേട്ടായിരുന്നു, കേൾക്കില്ല അല്ലെ. പിന്നെ എന്തുമാത്രം പരിപാടി? പറയല് മാത്രമാണ് പരിപാടി. അതുപോലല്ല, കേൾക്കും കൂടെ വേണം. ഈ നന്നായിട്ട് കേൾക്കുന്ന ആൾക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. അതൊന്നും ആരുടെ ഉള്ളില് എത്തുകയും ഇല്ല. പണ്ട് ഋഷീശ്വരന്മാരെ അവരെവിടെയെങ്കിലും ഇരിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങോട്ട് ഇതിലാണ് ഈ ദർഭയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പിന്നെയോ വളരെ എളിമയോടെ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് അറിവിനായിട്ട് ചോദിക്കും. അപ്പോൾ ഗുരു അറിവായിട്ട് പറഞ്ഞു കൊടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ഈ മൈക്ക് തന്നെ ഒരു ഉപദ്രവമാണ് അല്ല. ഇവിടെ അത്യാവശ്യമുള്ളവർ കേൾക്കുക എന്നുള്ളതല്ലാതെ വഴി കൂടെ പോകുന്നവർ ഇത് കേൾപ്പിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഞങ്ങൾ ഈ തെക്ക് നെയ്യാറ്റിൻകരയിലൊക്കെ സപ്താഹം നടത്തിയപ്പോൾ അവിടെ പിന്നെ ഇത് മാത്രമല്ല, പാട്ടും ബഹളവും ആകെ കുഴപ്പമാണ്. വെളുപ്പിനെ മുതൽ 4 മണിക്ക് തുടങ്ങും. അതിന് നിർത്തിയത് 2 മണിക്കാണ് പാട്ട്. വെളുപ്പിനെ രാത്രിയിലത്തെ പരിപാടി എപ്പോൾ നിർത്തിയതാണ്, എന്നിട്ടാണ് 4-ന് തുടങ്ങിയത്. അങ്ങനെ പാട്ടും വേണം. അതും ചെറിയ നമ്മൾ ജ്ഞാനപ്പാനോ ഭജഗോവിന്ദോ അങ്ങനെയൊന്നും അല്ല, വലിയ ചെണ്ടയും മേളവും ബഹളമാണ്. ഞങ്ങള് ഈ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ കൊണ്ടുപോയ കുട്ടികളോട് പറഞ്ഞു, ഈ ബോക്സൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അടുത്ത് രോഗികളോ പ്രായമുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടത്തെ ഒന്ന് കട്ടി കൊടുക്കണം കേട്ടോ എന്ന്. അവർ പറയാനേ, ഇത് കേട്ടില്ലെങ്കിൽ അപ്പൂപ്പൻ തന്നെ വന്നടിക്കുമെന്ന്. ഞങ്ങൾ ഈ വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനെ അവർക്കും കേൾക്കണം. ഇത് കേൾക്കണം, ഞങ്ങളുടെ വീട് വരെ കേട്ടില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഉറക്കമേ ഇല്ലാത്ത 7 ദിവസമാണ് ഞങ്ങൾക്ക് അവിടെ സപ്താഹം വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ
ആ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന നമ്മൾ വൃത്തിക്ക് കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് അവിടെ തന്നെ കാണും 2 ബോക്സ്. അത് റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ഇതൊരു യൂണിറ്റ് ഒക്കെ കൊണ്ടുവയ്ക്കും. അവിടുന്ന് വോളിയം കൂട്ടാനുള്ളത്, എന്നിട്ട് അവിടുന്ന് ബാക്കി പോകുന്നത് ഇതിലൂടെ കൂട്ടിയിട്ടാണ്. ഇതാണ് 4 കിലോമീറ്റർ ചുറ്റളവിലൊക്കെയാണ് അവർ വിൽക്കുക. അങ്ങനെയാണ് അവർ ഇടപാടാക്കുന്നത്. മൈക്കിന് ഇത്ര വഴിയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നീട് ഒരു പ്രാവിനെ കണ്ടു. അത് നമ്മൾ പറഞ്ഞ കഥയാണ്. അച്ഛൻ പ്രാവും അമ്മ പ്രാവും. മക്കൾ മരിച്ചതിൽ ഭ്രമിച്ച് അമ്മ വലയ്ക്കകത്തെടുത്ത് ചാടുന്നു, അച്ഛനും വലയ്ക്കകത്തെടുത്ത് ചാടുന്നു. അങ്ങനെ എന്ത് പറ്റി? കുടുംബം മുഴുവനും നശിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും വന്നത് നമ്മുടെ പ്രാരബ്ധത്തെ അനുഭവിച്ച് തീർക്കാനാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ കുലമഹിമ കാത്തു സൂക്ഷിക്കുന്നതിനോ പിന്നെയോ നാട് നന്നാക്കുന്നതിനോ അച്ഛനെ നോക്കുക മക്കളെ നോക്കുക ഇതൊക്കെ പ്രാരബ്ധത്തിനനുസരിച്ചിട്ട് യോഗം ഉണ്ടെങ്കിൽ നടന്നോളും. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ ഇതൊന്നും നമ്മുടെ പ്രധാന ലക്ഷ്യമല്ല. ഉണ്ടാക്കി വെച്ച പ്രാരബ്ധം തീർക്കുക, അത്രേ ഉള്ളൂ നമ്മളിവിടെ വന്നതിന് ഒരു ലക്ഷ്യം. അത് മനസ്സിലാക്കി വയ്ക്കുക. പിന്നീട് അജഗരം എന്ന് പറയാണ്, പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് വളരെ സ്വസ്ഥമായിട്ട് കിടക്കും. അത് ഭക്ഷണത്തിന് അങ്ങനെ അലയാറൊന്നുമില്ല. അങ്ങനെ ഉറങ്ങിക്കിടന്ന പെരുമ്പാമ്പ് വെറുതെ ഒരു രസത്തിന് കോട്ടുമായിട്ടപ്പോൾ ഒരു മയിലെടുത്ത് ചാടിയതാണ്. എവിടെ ചെന്ന് വിട്ടു? സന്തോഷം അല്ലേ? അപ്പം നമ്മളും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ അലയുന്നുണ്ടെങ്കിലും ഈ പ്രളയം വന്നു കഴിഞ്ഞപ്പോൾ വലിയ പൈസയുള്ളവർ, അതായത് പ്രിയദർശൻ സംവിധായകനാണ് അല്ലേ, അയാൾ ഒരു കുപ്പി വെള്ളത്തിന് അലയുന്നത് കണ്ടായിരുന്നു. അപ്പം കയ്യിൽ സംഭവം ഉണ്ടെങ്കിൽ എന്ത് കിട്ടിയെന്ന് വരില്ല, ഇത് കിട്ടിയെന്ന് വരില്ല. അതൊന്ന് കണ്ടാൽ മതി. നമ്മൾ എന്ത് കുറഞ്ഞു കിട്ടും? ഇതിനു വേണ്ടിയിട്ടുള്ള ഈ അലയല് ഒന്ന് കുറഞ്ഞു കിട്ടും. സുഖങ്ങൾക്ക് പുറകെയുള്ള ഒരു ഭ്രമം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതാണത്. കാരണം ഇതെന്താ, ദുഃഖം വരുന്നത് പോലെ തന്നെ യോഗം ഉണ്ടെങ്കിൽ എന്ത് വന്നോളും? സുഖം വന്നോളും. നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റിയാൽ മതി. ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയത് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിയാൽ മതി. ഇങ്ങനെ നിരവധി ഗുരുക്കന്മാർ ഇനിയുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത തവണ നോക്കാം. എന്നിട്ടോ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ അദ്ദേഹം കഥയെല്ലാം പറഞ്ഞു തീർക്കുകയും ചെയ്തല്ലേ. പിന്നീട് പരീക്ഷത്തിന് പരമമായിട്ടുള്ള ബ്രഹ്മോപദേശം കൊടുക്കുകയും അത് ദ്വാദശ സ്കന്ധത്തിലെത്തുമ്പോൾ 5-ാമത്തെ അധ്യായത്തിൽ കാണാം. ഏകാദശ സ്കന്ധത്തിൽ പരീക്ഷത്തിന് ഉപദേശങ്ങൾ ഒക്കെ കൊടുക്കുന്ന കൂട്ടത്തിലാണ് ഉദ്ധവന് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത് പറഞ്ഞത്. പിന്നീട് ഉദ്ധവൻ ഭഗവാന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് ബദരിയിലേക്ക് പോകും. നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, ഭഗവാന്മാർ 2 പേരും ശരീരം ഉപേക്ഷിച്ചിട്ട് പോയി. ഭഗവാനോ ബലരാമസ്വാമിയും അതേപോലെ കൃഷ്ണനും യോഗ മാർഗത്തിലൂടെ ബലരാമൻ ശരീരം ഉപേക്ഷിക്കുകയും കൃഷ്ണനോ 31-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ ഭഗവാൻ വിഷ്ണു സ്വരൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അതിന് ജല വേടൻ അമ്പയിക്കുന്നതൊക്കെ കാണാം. ഇത് പറഞ്ഞിട്ടാണ് ഈ 31 അധ്യായമുള്ള മുക്തിസ്കന്ധം ഉപദേശസ്കന്ധം തീർന്നത്. പിന്നീട് നമ്മൾ 12-ാമത്തെ സ്കന്ധം, അതിൽ ആദ്യം തന്നെ കലിയുഗത്തെ കുറിച്ചിട്ട് പറയും, കൽക്കി അവതാരത്തെ കുറിച്ചിട്ട് പറയും. പിന്നീട് കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് മുക്തിക്ക് ഉപാധി. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞാൽ കലോ തത് ഹരികീർത്തനാത്. കലിയുഗത്തിൽ വേറെ വലിയ വലിയ പരിപാടിക്കൊന്നും പോകണ്ട, എന്ത് ചെയ്താൽ മതി? നാമം ജപിച്ചാൽ. അതായത് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ തന്നെ ഒരു ബാധ്യതയായിട്ടിരിക്കുക. ഇപ്പം ഏകാദശി നോക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഒട്ടത്തൊക്കെ ഒരുപാട് പേരുണ്ട് ഏകാദശി നോക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഏകാദശി നോക്കുന്നവരായിരുന്നോ? 5-ലും 6-ലും ഒക്കെ പഠിക്കുമ്പോൾ, 10-ൽ പഠിക്കുമ്പോൾ ഇല്ല. ഏതാണ്ട് 95-2000-നൊക്കെ എടുത്ത് സപ്താഹങ്ങളൊക്കെ ഗംഭീരമായി കഴിഞ്ഞപ്പോഴാണ് പൊതുവെ എന്ത് തുടങ്ങിയത്. അതിനു മുമ്പ് ഷഷ്ടിവ്രതം കുറെ പേര് നോക്കുമായിരുന്നു പണ്ടൊക്കെ. അതെല്ലാ സ്ഥലത്തും. മുരുകനെ എല്ലാവർക്കും എന്താ വലിയ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ രാവിലെ മന്ത്രം ചൊല്ലുമ്പോൾ, മുരുകൻ്റെ മന്ത്രം ചൊല്ലുമ്പോൾ എല്ലാവരും ചൊല്ലുന്ന കേൾക്കാം. അതുവരെ ചൊല്ലാത്തവരും കൂടി കുമരനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ്. ഏതായാലും ഈ ഏകാദശി നോക്കാൻ തുടങ്ങി നമ്മൾ, നല്ലതാണ്. ഇനി എങ്ങാനും അത് മുടങ്ങിയാൽ വിഷമം ഉണ്ടാകുന്നില്ലേ നമുക്ക്? അങ്ങനെ കൂടി ഉണ്ടല്ലോ അല്ലേ? എന്നാൽ ഈ വിഷമം ഉണ്ടാവാനാണ് ഇത് തുടങ്ങിയത്, അതല്ലാതെ പിടികിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങി വയ്ക്കരുത്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ഏത് ക്ഷേത്രത്തിൽ പോവുക, പ്രദക്ഷിണം വയ്ക്കുക, ഇതേപോലെ നൊയമ്പുകൾ, സാധനകൾ,
ഇതൊന്നും തന്നെ അവസാന കാലം വരെ ചെയ്യാമെന്നതിന് ഒരുറപ്പും ഇല്ല. അങ്ങനെ കൂടി ഉണ്ടല്ലോ, പിടികിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ വിഷമം ഉണ്ടാവരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ എന്തുണ്ടാവരുത്? കാരണം ഒരു കർമ്മവും നമുക്ക് ഭഗവാനെ നേടിത്തരില്ല. ചിത്തശുദ്ധിക്കായിട്ടാണ് കർമ്മം ചെയ്യുക, അത്രേ ഉള്ളൂ. കർമ്മം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് കർമ്മത്തിലൂടെ ആരെ ലഭിക്കില്ല? ഭഗവാനെ ലഭിക്കില്ല. അതൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നത് വസ്തു ഉപലബ്ധയെ. വസ്തുവിനെ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തുസിദ്ധി വിചാരേണ. അദ്ദേഹം പറഞ്ഞിട്ട് ബ്രഹ്മവിചാരം ചെയ്യുക, ആത്മവിചാരം ചെയ്യുക, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരിക്കുക എന്ന്. അതിലൂടെ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? ആ ഭഗവാനിൽ എത്താൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് കരുതി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ നിർത്തുക വേണ്ട. അതുകൂടി ഉണ്ടല്ലോ കുഴപ്പം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഏകാദശി നോയുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ നിർത്തുകയും എന്നിട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? അത് നിർത്തിയിട്ടാണ്. ഏത് നിർത്തിയിട്ട്? ചെയ്തുകൊണ്ടിരുന്നതേ. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കും. പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതിയിട്ട് നിർത്തണ്ട, ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർന്നോളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ബലമായിട്ടൊന്നും നിർത്തരുത്. നിർത്തിയാലോ അത് നമുക്ക് ഉപദ്രവമായിട്ട് തീരും. പുതിയതൊന്നും തുടങ്ങി വെക്കരുത്. ഈ തെങ്ങിൻ്റെ ഓലമടല് അത് പച്ചയായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ വലിച്ചു പറിച്ചെടുക്കാൻ നോക്കിയാലത്തെ അവസ്ഥ എന്താണ്? അത് വരില്ല എന്ന് മാത്രമല്ല, തെങ്ങിന് നമുക്ക് കുഴപ്പം. ഇനി അതേ ഓലമടല് തന്നെ പഴുത്ത് ഉണങ്ങി വീണാലോ പിന്നെ അത് വടയിട്ട് കിട്ടിയാലും മരത്തെ നിൽക്കുമോ? ഇല്ല. ഇപ്പം കർമ്മങ്ങൾ പാകമായിട്ട് നിന്ന് പോകണം. അതിൻ്റെ കാര്യവും അകാര്യവും ഒക്കെ അറിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് അങ്ങ് നിന്ന് പോകണം. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഏത് കർമ്മങ്ങളാണ്? ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക, പുതിയതൊന്നും തുടങ്ങി വയ്ക്കരുത്. ആരെങ്കിലുമൊക്കെ വന്നിട്ട് നിങ്ങളോട് പുതിയ എന്തെങ്കിലും പരിപാടി പറഞ്ഞെന്ന് കരുതി അതിൻ്റെ ഒന്നും വഴിക്ക് പോകണ്ട. എന്നാലും പോവുകയും ചെയ്യല്ലേ. നമ്മളവിടെ എന്താ കരുനാഗപ്പള്ളി ഭാഗത്ത് മണി കെട്ടുന്ന ഒരു അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞു. പറഞ്ഞ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി അവിടെ തൂങ്ങി കിടപ്പുണ്ട് നമ്മുടെ മണി. ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ, ആലുവ ദേശത്ത് ചെന്ന് കഴിഞ്ഞാൽ നാളികേരം കെട്ടി തൂക്കിയാൽ മതി, അവിടെ കിടപ്പുണ്ട് നമ്മുടെ 2 നാളികേരം. ഇങ്ങനെ സകല ചന്തയ്ക്കും ആര് പോകും? അതിനെ പോകരുതെന്നാണ് പറഞ്ഞത്. പുതിയതായിട്ടൊന്നും തുടങ്ങി വയ്ക്കരുത്. കാരണം ചെയ്തു തന്നെ ബാധ്യതയാണ്. അതുകൊണ്ടാണ്. അങ്ങനെ കർമ്മത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെന്താണ്? വസ്തുക്കളുടെ പുറകെ അലയുന്നത് പതുക്കെ പതുക്കെ നിർത്തുക. യോഗം ഉണ്ടെങ്കിൽ കിട്ടും എന്നത് ഉറപ്പിക്കുക. എന്നിട്ടോ കർമ്മത്തിൽ നിന്ന്, അതായത് ഭോക്തൃത്വ അഭിമാനം എന്നാണ് വസ്തുക്കൾ. അതായത് എനിക്ക് ചില നല്ല വസ്തുക്കളുണ്ട് എന്ന് ആഗ്രഹിക്കുക, തിരിച്ച് എനിക്ക് ചില നല്ല വസ്തുക്കൾ ഇല്ല എന്ന് ദുഃഖിക്കുക. രണ്ടും വേണ്ട എന്നാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? മറ്റേതെന്താ പറഞ്ഞത്? ചില നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയി എന്ന് ആഗ്രഹിക്കുക, പിന്നെയോ ചില മോശം കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയി എന്ന് ദുഃഖിക്കുക. ഇത് രണ്ടും വേണ്ട. അതിന് കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും വിട്ടിട്ട് സ്വസ്ഥരായിട്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ? നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞതാണ്, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ത് തന്നെയാണ്? സ്വസ്ഥതയാണ്. അത് നമുക്കാണ് വേണ്ടതെന്ന് ഉറപ്പിച്ചിട്ട് സ്വസ്ഥരായിട്ടിരിക്കാൻ ശീലിക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഇതെല്ലാം ഉപദേശിച്ചു കൊടുത്തു. അതിനെന്ത് ചെയ്താൽ മതി? കരിയുഗത്തില് നാമം ജപിച്ചാൽ മതി. വേറെ വലിയ കട്ടിപ്പണിക്കൊന്നും പോകണ്ട. പറ്റുമ്പോൾ ബ്രഹ്മോപദേശത്തെ കുറിച്ചിട്ട് പറയും, കുറിച്ചിട്ട് പറയും. അദ്ദേഹം പുരാണത്തിന്റെയും ആചാര്യനാണ്. 8, 9, 10, 3 അധ്യായത്തിലായിട്ട് മാർക്കണ്ഡേയ മഹർഷിയെ സ്തുതിക്കും. പിന്നീട് 11ാമത്തെ അധ്യായത്തിൽ ഭൂമി, അന്തരീക്ഷം, സ്വർഗം മൂന്നിൻ്റെയും ആധാരമായ സൂര്യനെ സ്തുതിക്കുകയും ചെയ്യും. സൂര്യമണ്ഡലത്തെയും സൂര്യഗോളത്തെയും സ്തുതിക്കും. ഇത്രയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ 12ാമത്തെ അധ്യായത്തിലോട്ട് കടക്കുക. എത്രാമത്തെ അധ്യായമാണ്? 12ാമത്തെ സ്കന്ധത്തിൻ്റെ 12ാമത്തെ അധ്യായം. അതിൻ്റെ പ്രത്യേകത എന്താണെന്നും പറഞ്ഞു. ഭാഗവതത്തിൽ ഇതുവരെ വന്ന കഥകളെല്ലാം കുറേശ്ശെ ആവർത്തിക്കും. അപ്പോൾ എല്ലാവരും തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക, എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇത് കേൾക്കുക. കീർത്തന പുസ്തകം അദ്ദേഹം 1ാം ഭാഗം കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 59ാമത്തെ പേജിലും അതുണ്ട്. പുസ്തകമുള്ളവർ അതെടുത്ത് വയ്ക്കുക. എന്നിട്ടോ
അടുത്ത പുസ്തകം ഇല്ലാത്തവരെന്ത് ചെയ്യണം? പുസ്തകമുള്ളവരുടെ അടുത്ത് നോക്കിയിരിക്കുക. ഈ ഒരു അധ്യായം തീരുന്നത് വരെ മറ്റ് പരിപാടികളിലൊന്നും ഏർപ്പെടാതെ ഇരിക്കുക. ബോധ്യമുള്ള കുട്ടികൾ സംസാരിക്കാതിരിക്കുക. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യുക? അങ്ങനെയല്ലേ ഇപ്പം പറയാൻ പറ്റുള്ളൂ അല്ലേ? അടുത്തിരിക്കുന്നവരുടെ പുസ്തകം നോക്കാം. പുസ്തകം ഇല്ലാത്തവർ പുസ്തകമുള്ളവരുടെ പുസ്തകം നോക്കി ചൊല്ലി ശീലമാക്കി വയ്ക്കുക. അങ്ങനെ നമുക്കും വേദവ്യാസ വിരചിതമായിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിലെ മുഴുവൻ കഥകളും ഒരുമിച്ച് പറയുന്ന 12ാമത്തെ അധ്യായത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. രാധേശ രാധേശ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. 59ാമത്തെ പേര് അവിടെ ഇവിടെ ഇരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അഥ ദ്വാദശോധ്യായ. സൂത ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേദസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വക്കഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിര്യദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശോ ഭഗവാൻ സത്വദമ്പതി. അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവത്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രയോപവേശോ രാജർഷിർ വിപ്രശാപാത് പരീക്ഷിത ശുകസ്യ ബ്രഹ്മഷഭസ്യ സംവാദശ്ച പരീക്ഷിത. യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത. പിതരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തഥാ പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. തത് പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംബോധ വൈരാജ പുരുഷോ യഥ. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണിം ബോധേ ഹിരണ്യാക്ഷവധോ യഥാ. ഊർധ്വദിര്യവാക് സർഗോ രുഗ്രസർഗസ്തദേവ ച അർദ്ധനാരീ നരസ്യാദ യദസ്വയംഭോ മനു. ശതരൂപാജയാ സ്ത്രീണാം ആദ്യാ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മഭക്തീനാം കർദമസ്യ പ്രജാപതേഃ. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാ. നവബ്രഹ്മസമുൽപത്തിർ ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാത് പ്രഥോ പ്രാചീനബിർഹിഷ. നാരദസ്യ സംവാദഃ തതഃ പ്രയവൃതം ദ്വിജാഃ നാഭേസ്തോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച. ദ്വീപവർഷ സമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി. ദക്ഷജന്മ പ്രജോഭ്യസ്തൽപുത്രീണാം ച സന്തതി ദേവാസുരനരസ്ഥിര്യം നഗഗാദയ. ത്വഷ്ടസ്യ ജന്മനിധനം പുത്രയോശ്ച ദ്വിജാഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനഃ. മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയചിരാദയ. കൗർമം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗത്പദേ ക്ഷീരോദപതനം തദ്വദ അമൃതാർദ്ധേ ദിവസാം. ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതത്വം ച സുദ്യുമ്നസ്യ മഹാത്മനഃ. ഇലോവാഖ്യാനമത്രോക്തം താരോവാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം
ശശാദാദ്യ മൃഗാദയ സൗഗന്ധ്യം ചാദശര്യാദേ കകുൽസ്വസ്യ ച ധീമത ഖഡ്ഗാംഗസ്യ ച മാന്ധാതു സൗകര്യ സകരസ്യ ച രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം ഗൽവിഷാവകം നിമീരംഗപരിത്യാഗോ ജനകാനാം ച സംഭവം രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവൻ ഐലസ്യ സോമവംശസ്യ യയാദേർനഭുഷസ്യ ച ദൗഷന്തേർഭരതസ്യാപി ചന്ദനോസ്തത്സുതസ്യ ച യയാദേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശാനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃത്തിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസു ഭയപ്പാനം ശകടോച്ചാടനം ശിശോഃ തൃണാവർത്യസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോഃ തേനകസ്യ സഖഭ്രാതു പ്രലംബസ്യ ച സംശയാ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പദ ഗമനം കാളിയസ്യാഹിർ മഹാകീർണന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര ദുഷ്ടോച്യുതോ വ്രതൈ പ്രസാദോ യജ്ഞപത്നിഭ്യോ വിപ്രാണാം ചാനുദാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ ശ്രീഭിക്രീഡാചരത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധിർ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോഃ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം ദദ ഗജമുഷ്ടികചാണൂര കംസാദീനാം ജയോവധ മൃതസ്യാനയനം സൂനോഃ പുനഃസാന്ദീപനേ ഗുരോ മധുരായാം നിവസത യദുചക്രസ്യ പ്രിയം കൃതബുദ്ധരാമാഭ്യാം യുധേന ഹരണാദ്വിജ ജരാസന്ധസമാനീതസൈന്യസ്യ ബഹുശോ വധ ഖാദനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയ രുക്മിണ്യാ ഹരണം യുദ്ധേ പ്രമദ്യദ്വിഷതോ ഹരേഃ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജഗ്രന്ഥനം പ്രാജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചേത് ചൈത്യപൗണ്ഡ്രകസാൽവാനം ദന്തവക്രസ്യ ദുർമതേഃ ശംഭുരോ ദ്വിവിധപീഠോ മുരപഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേഃ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസുകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ച അദ്ഭുതാ യത്രാത്മവിദ്യാഖില പ്രോക്താ ധർമ്മവിനിർണയ തതോ മത്യപരിത്യാഗ ആത്മയോഗാനുഭാവതം യുഗലക്ഷണവൃത്തിശ്ച കലോനൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉത്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗച്ഛ രാജർഷേർ വിഷ്ണുരാജസ്യ ധീമത ശാഖാ പ്രണയവൃഷേർ മാർക്കണ്ഡേയസ്യ സൽക്കഥാ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന വിധിച്ചോക്തം വിജശ്രേഷ്ഠ യത്പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാര കർമാണി കീർത്തിതാനീക സർവശം പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വിവശോ ബ്രുവൻ ഹരയേ നമ ഇത്യുച്ചേർമുച്യതേ സർവപാതകാത് സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവേശചിത്തം വിധിനോത ശേഷം യഥാതമോർക്കോ പ്രവിവാദിവാദ വൃഷാഗ്രസ്തഹ്യസതീരസത്കഥ ന കഥ്യതേ യദ്ഭഗവാനഥോക്ഷജ തദേവ സത്യം തദൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നടാം യദുത്തമശ്ലോകൈശോനുഗീയതേ നദധ്വജച്ചിത്രപദം ഹരേരശോ ജഗത്പവിത്രം പ്രഗൃണീതരിഹിജത് തത്വാംശതീർത്ഥം തത് ഹംസസേവിതം എത്ര അച്യുതസ്തത്ര ഹി സാധവോ മലാ സവാഗ്നിസർഗോ ജനദാഖ സംപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദ്യശേഷു അങ്കിതാനി യത് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവാൻ നൈഷ്കർമ്മ്യമപ്യച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുത പുനഃ ശശ്വത ഭദ്രമീശ്വരേ ന ഖ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശസ്രിയാമേവ പരിശ്രമപരോ
വർണ്ണാശ്രമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോ ഗുണാനുവാദശ്രവണാദിഭിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോഃ ക്ഷീണോദ്യഭദ്രാണി ശമന്തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദിജാഗ്രാവത ഭൂരിഭാഗ യത്സശ്വതാത്മന്യഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവാപജതാ വിവേശ്യ അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാ മേ പരമർഷിവക്ത്രാത് പ്രായോപവേശേ ഗർവദേ പരീക്ഷിത സദസൃഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വത്കഥിതം വിപ്ര കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യ ഏവം ശ്രാവയൻ നിത്യം രാമക്ഷണമനന്യധീഃ ശ്രദ്ധാവാൻ യോനുസൃണുയാ പുനാത്യാത്മാനമേവ സ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വനായുഷ്യവാൻ ഭവേത് പടത്തിനശ്നൻ പ്രേതസ്തതോ ഭവത്യപാതകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യഥാത്മവാൻ ഉപോഷ സംഹിതാമേതാം പഠിത്വാമുച്യതേ ഭയാത് ദേവതാ മുനയ സിദ്ധ പിതരോ മനവോ നൃപ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാദ രജോജംഷു സാമാനി ദ്വിജോധിത്യാനു വിന്ദതേ മധുകുല്യാ കൃതകുല്യാ ഭയകുല്യാ സദഫലം പുരാണ സംഹിതാമേതാം അധീത്യ പ്രേതോദ്വിജ പ്രോക്തം ഭഗവതായത്തു തത്പദം പരമം വൃജേതം വിപ്രോധിത്യഗ്നിയത് പ്രജ്ഞാം രാജന്യോ വൈശ്യോധിപതിം ച ശൂദ്രശുദ്ധേതപാദകാത് കലിബല സംഹതികാലനോഖിലേശോ ഹരികരത്രതഗീയദേഹഭീഷ്ണം ഇഗതു പുനർഭഗവാനശേഷമൂർത്തി പരിവഠിതോനുപദം ഗതാപ്രസംഗേ തമഹമജമനന്തമാത്മതത്വം ജഗതുദയസ്ഥിതി സംയമാത്മശക്തിം യുവതിഭിർഅജശക്രശങ്കരദ്യൈः ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപചിതനവശക്തിഭിക്സാത്മന്നുപരചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാമ്നേ സുരഋഷഭായ നമഃ സനാതനായ സ്വസുഖനിവൃതജയദാസ്തഭ്യുതസ്തന്യഭാവോപി അജിതരുചിരലീലാകൃഷ്ണസാരസ്തദീയം വേദഗതകൃപയായസ്തത്വദീപം പുരാണം തമഖിലവ്രജനഘ്നം വ്യാസസൂനം നതോസ്മി തം അഖിലവ്രജിനഘ്നം വ്യാസസൂനം നതോസ്മി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമോക്ഷ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അടുത്തത് സമർപ്പണ അധ്യായമാണ്. ഈ അധ്യായത്തില് മറ്റു പുരാണങ്ങൾ, ഭാഗവതത്തിന് മുന്നേ ഉണ്ടായിരുന്ന 17 പുരാണങ്ങളെയും ഒന്നൊന്നായിട്ട് എടുത്തു പറഞ്ഞ് ശ്ലോകസംഖ്യ ചൊല്ലി നമസ്കരിക്കും. പിന്നീട് സത്യം പരം ധീമഹി എന്ന മഹാവാക്യത്തെ ഒന്നുകൂടി പറയും. തുടർന്ന് നാമസങ്കീർത്തനമാണ് മുക്തിക്ക് ഉപാധി, നമ്മളതിനെ സ്വീകരിച്ചു കൊള്ളാം എന്ന പ്രതിജ്ഞയോടെ ഭാഗവതം സമർപ്പിക്കുകയും ചെയ്യും. ത്രയോദശോധ്യായ ശ്രുതോവാച യം ബ്രഹ്മാവരണേന്ദ്രരുദ്രമരുതസ്തുന്നന്തി ദിവ്യൈസ്തവൈः വേദൈः സാംഗപദക്രമോദർശനൈः ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാനന്ദവിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ടേ ഭ്രാമ്യതമന്ദമണ്ഡലഗിരിഗ്രാവാഗ്രകണ്ഡോയന നിദ്രാലോകമഠാകൃതിർ ഭഗവത ശ്വാസാനിലാ ബാന്ധവാൻ തൽസംസ്കാരകലാനുവർത്തനവശാൽ വേദാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജനതിർ നാദ്യാപി വിശ്രാമ്യതി. പുരാണസംഖ്യാസംഭൂതിമസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം ഘാതേശ്ച നിബോധത. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം ഷഷ്ടിജ ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി വിഷൈവകം ദശാഷ്ടൗഷി ഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാണ്ണം ച ദശപഞ്ചചതുശ്ശതം. ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച. ദശാഷ്ടോ ബ്രഹ്മവൈവർത്തം
ലിംഗമേകാദശൈവതു ചതുർവിംശതി വാരാഹമേകാശീതിസഹസ്രം സ്കാദം ശതം തഥാചൈകൻ വാമനം ദശകീർത്തിതം ധൂർമ്മം സപ്തദശാഖ്യാം മാസ്യം തത്തു ചതുർദശ ഏകോനവിംശ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു ഏവം പുരാണസന്തോഹ ചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ ഇത ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപന്നജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം കരിലീലാകഥാവ്രാതാമൃതാനാന്തിതസൽസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മൈകത്വലക്ഷണം വസ്തുദ്വിതീയം സന്നിഷ്ടം കൈവല്യേയ പ്രയോജനം പ്രോഷ്ടം ബദ്ധ്യാം പൗർണമാസ്യ ഹേമസിംഹസമന്വിതം ദദാതിയോ ഭാഗവതം സ്വയാതി പരമാംഗതി രാജന്റെ താവതന്യാനി പുരാണാനി സദം വിടയും യാവന്ന ദൃശ്യതി സാക്ഷാത് ശ്രീമദ്ഭാഗവതം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതവൃത്തസ്യ നാന്യത്രസ്യ ക്വചിത് നിന്ദജാനാം യഥാ ഗംഗ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാം ഇദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ജനോത്തമ തഥാ പുരാണ പുരാതാനാം ശ്രീമദ്ഭാഗവതം വിഗ്രഹ ശ്രീമദ്ഭാഗവതം പുരാണോമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യന്നര കസ്മയേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാ തദദ്രാദായ കാരുണ്യതസ്തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈദം കൃപയാ കസ്മൈ യാചരക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ സുഖായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാധമമോമുച ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്വ ദേവേശ നാദസ്ത്വം നോ യദ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവഭാവപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. ഈ അവസാനത്തെ ശ്ലോകം കുറേശ്ശെ ചൊല്ലിത്തരാം. എല്ലാവരും തൊഴുത് പറ്റും പോലെ കുറച്ച് ഏറ്റിയില്ല, ഒരുമിച്ച് ഏറ്റിയില്ല. ഭവേ ഭവേ യഥാ ഭക്തി ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യദ പ്രഭോ നാഥസ്ത്വം നോ യദ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ നാമ സങ്കീർത്തനം യസ്യ സർവഭാവ പ്രകാശനം സർവഭാവ പ്രകാശനം പ്രണാമോ ദുഃഖശമനഃ പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസഖ്യാം അഷ്ടാദശസാഹസ്ര്യാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായാം സമാപ്തോയം ദ്വാദശസ്കന്ധ. ശ്രീമദ്ഭാഗവതം സമാപ്തം. ഹരി ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
ഇനി നമ്മൾ ഇത്രയും ദിവസം നമ്മുടെ പൂജയും ആരാധനയും ഒക്കെ സ്വീകരിച്ച് ഇവിടെ ഇരുന്നിരുന്ന കൃഷ്ണവിഗ്രഹത്തിന് അഭിഷേകം ചെയ്യാം. അപ്പം എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് അഭിഷേകം വീക്ഷിക്കുകയും ചെയ്യാം. തിരക്കിടണ്ട. അത് കഴിഞ്ഞാൽ ഒരിക്കലും തീരുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അവതാര ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലും. അതൊക്കെയാണ് ഇനി നടക്കാനുള്ളത്. എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് ശ്രദ്ധാപൂർവം അതൊക്കെ കാണുകയും ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആർക്കും വിളിക്കാം. അഭിഷേകം ചെയ്യുമ്പോൾ വായ്ക്കര വിളിയൊക്കെ ചെയ്യാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ നിറമേഴുന്നൊരു പീലി തിരുമോടി തൊഴുന്നേ വിരവോടെ വിലസുന്ന കുറുനീര തൊഴുന്നേ തിലകത്താലഴകേറും തിരുനെറ്റി തൊഴുന്നേ സ്വരചാപമടി കൂപ്പും കുരികം കൈ തൊഴുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സരസിജായത ചാരു തിരുമീഴി തൊഴുന്നേ തിലസൂരത്തിലും നല്ല തിരുനാസ തൊഴുന്നേ രുധിരാഭ കലർന്നീടും അതരം കൈ തൊഴുന്നേ കദനം മുത്തിനെ കൊണ്ട ഹൃദയം കൈ തൊഴുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ മൃദുഹാസാഞ്ചിതമായ വദനം കൈ തൊഴുന്നേ വനമാല വിളങ്ങും ജലകണ്ഠം തൊഴുന്നേ പരമം കൗസ്തുഭം മിന്നും പുരസു കൈ തൊഴുന്നേ സുരുചിരം വിളങ്ങുന്ന മാറിടം കൈ തൊഴുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സരസിജോദ്ധവൻ പാണവരനാഭി തൊഴുന്നേ കടകം മിന്നിടും കൈകൾ അടിയൻ കൈ തൊഴുന്നേ അഖണ്ഡമായി പ്രകാശിക്കും നഖഭംഗി തൊഴുന്നേ അഴകേറും തുടരണ്ടും വഴി പോലെ തൊഴുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ അഴലെല്ലാം ഒഴുങ്ങിടാൻ കഴ
വീണ തൊഴുന്നേ മുടി തൊട്ടങ്ങടിയോളം ഉടൽ കണ്ടു തൊഴുന്നേ അടി തൊട്ടു മുടിയോളം ഉടൽ കണ്ടു തൊഴുന്നേ അഴകോടെ ഗുരുവായു ഭഗവാനെ തൊഴുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സപ്താഹങ്ങളും ഭഗവത് കഥകളും ഭാഗവതമൊന്നും തീരുന്നില്ല എന്ന് ഭാവിച്ചുകൊണ്ട് നമ്മൾ കൃഷ്ണാവതാര ശ്ലോകങ്ങൾ ഒന്നുകൂടി പാരായണം ചെയ്യും. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം അഥ സർവഗുണോപേതകാല പരമശോഭന യര്യേവാജനജന്മക്ഷം സന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ടപുര ഗ്രാമവ്രജാകര നദ്യപ്രസന്ന സലിലാഹൃത ജനരുഹശ്രിയ ദിജാളികുലസംജാതസ്തപകാവനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഹ ശുചി അഗ്നയശ്ചദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത വനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹ ജായവാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാസ്തുഷ്ടുവോ സിദ്ധചാരക വിദ്യാധര്യശരനുദർ അപ്സരോഭിസമന്ദത മുമുചോർമുനയോ ദേവാ സുമനാംസി മുദാന്വിത മന്ദം മന്ദം ജലധര ജഗർജുലനുസാഗരം നിശീതേ തമവതോദേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശ്രയ അരുണ്യാം മഹേശ്വരി പാർവതി ശങ്കരി സാംബ സദാശിവ ശംഭോ ശങ്കര നന്ദകുമാര നവനികോര ഗോപകുമാര ഗോകുലനാഥ ഹരിഹരപുത്ര നവരിഗിരീശ കാനനവാസ രമണ മുകുന്ദമുരാരേ പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം ഗോവിന്ദരാമ സങ്കീർത്തനം രാധേശ്യാം രാധേശ്യാം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം
കായേന വാച മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീ ഗുരുഭ്യോ നമഃ. രാധേശ്യാം.